ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഒക്കെ പരിഹരിച്ചതിന് ശേഷം നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ലൈവിലാണ്. എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാടില് ഇങ്ങനെ ഒരു വിമർശനം ക്രിസ്ത്യാനികൾക്ക് നേരെ വരാൻ, അല്ലെങ്കിൽ ആ ചർച്ച കേട്ട നിങ്ങൾക്ക് എന്താണ് ഞങ്ങൾ പറയുന്നതെന്ന് മനസ്സിലായതെന്ന് പറയാം? ഞാൻ പറയുന്നത് കേൾക്കാമോ? വളരെ കൃത്യമാണ്, പറയും. ഓക്കെ. അതായത് ഞാൻ അറബിക് കോളേജിലാണ് പഠിച്ചത്. അപ്പോ ഇന്നലെ നിങ്ങൾ ക്ലബ് ഹൗസിൽ ഇരുന്ന് ഇങ്ങനെ ഖുർആൻ സുരക്ഷിതമാണോ, ഖുർആൻ സംരക്ഷിച്ചിട്ടുണ്ടോ അള്ളാഹു, ഏത് ഖുർആനാണ് ശരിക്കും സംരക്ഷിച്ചത് എന്ന് ചോദിച്ചപ്പോ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം ഇതുവരെ ഇസ്ലാം മത വിശ്വാസികളോ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്കോളേഴ്സോ ഒന്നും കൈവയ്ക്കാത്ത ഒരു മേഖല കൂടിയാണത്. നമ്മള് വിവിധ തരം ഖുർആനുകൾ നിലവിലുണ്ടെന്ന് പറയുമ്പോഴും അതിനെ സംബന്ധിച്ച് ക്രോസ് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണഗതിയിൽ വരാറുള്ളത്. പക്ഷെ ആരും ഇതുവരെ ഇപ്പൊ എം അക്ബർ അടക്കം വിവിധ ആലാപന രീതികൾ ഉണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരുപാട് ഖുർആനുകൾ നിലവിലുണ്ട് എന്നൊന്നും സമ്മതിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നി ഒരു അക്കാദമിക് പർപ്പസിന് വേണ്ടിയിട്ട് ഒരുപാട് വിഷയങ്ങൾ പബ്ലിക് അറിയേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാം മത വീക്ഷണത്തില് ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഖുർആൻ വിശുദ്ധ ഗ്രന്ഥമാണ്, അള്ളാഹു ആണ് അതിനെ സംരക്ഷിക്കേണ്ടത്. അപ്പോ അള്ളാഹു അത് സംരക്ഷിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോ നിങ്ങൾ ഈ വിഷയത്തെ കുറിച്ചിട്ട് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തുന്നു. അപ്പോ ആ റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന പഠനങ്ങൾ നിങ്ങൾ പബ്ലിക്കിനോട് പറയുന്നു. അപ്പോൾ ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാന പ്രമാണമാണ് ഖുർആൻ. അത് ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മാനവ മോചനത്തിന്റെ ഗ്രന്ഥമാണ് എന്ന് അവര് വിശ്വസിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നില്ല. 15-ാം അധ്യായമായ സൂറത്ത് നഹ്ലാണെന്ന് തോന്നുന്നു. അതില് 9-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഗ്രന്ഥം നാമാണ് ഇറക്കിയത്, നാം തന്നെ അതിനെ സംരക്ഷിക്കും എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ ഖുർആൻ സുരക്ഷിതമല്ല എന്ന നിങ്ങളുടെ വാദവും ഈ വചനവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉള്ളതായിട്ട് തോന്നി. അപ്പോ ഖുർആനിന്റെ അവതരണ കാലം മുതൽ തന്നെ ഈ ഖുർആൻ സുരക്ഷിതമാണ് എന്നാണ് ഇസ്ലാം മത പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഒരിക്കലും ഒരു ഇസ്ലാം മതവിശ്വാസിയും സമ്മതിക്കില്ല ഖുർആനിനകത്ത് കൈകടത്തലുകൾ വന്നിട്ടുണ്ടെന്ന്. അപ്പോ നിങ്ങൾ എന്തുകൊണ്ടാണത് പറയുന്നത്? ഇപ്പോ ഖിറാഅത്തുകൾ, അതായത് അതിന്റെ പാരായണത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, അതാണോ അതോ വ്യത്യസ്തമായിട്ടുള്ള ഖുർആനുകൾ ഇന്ന് നിലവിലുണ്ട്? ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ പാരായണം, അതല്ലാതെ എന്തെങ്കിലും നിങ്ങൾ അതിനകത്ത് വ്യത്യസ്തമായിട്ട് കണ്ടെത്തിയിട്ടുണ്ടോ? അപ്പോ ദൈവികമായ സംരക്ഷണം എന്ന് പറയുമ്പോൾ പടച്ചവന്റെ ഒരു അമാനുഷികത, ഒരു അത്ഭുതം എന്നാണ് ഖുർആനിനെ ഇസ്ലാം മതം വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആശയപരമായിട്ടുള്ള വിയോജിപ്പുകളാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതോ അതിനകത്തുള്ള ഒരു വൈകാരികത മുതലെടുക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്, അതോ ചരിത്രപരമായ വസ്തുതകളുടെയും അക്കാദമിക് തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണോ നിങ്ങൾ ഈ ഖുർആൻ അള്ളാഹു സംരക്ഷിച്ചില്ല എന്ന് അവകാശപ്പെടുന്നത് എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഒരു പ്രീ പ്ലാനിങ്ങും ഇല്ല, എന്ത് ചോദിക്കണം എന്ത് ചോദിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. കാരണം ഈ വിഷയം എനിക്കും കൂടി അറിയേണ്ടതുണ്ട്. നമ്മൾ ഈ മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ വ്യത്യസ്തമായിട്ടുള്ള വശങ്ങളിലേക്ക് നിങ്ങൾ ഊളിയിട്ട് ഇറങ്ങി എന്ന കാരണത്താൽ ആ വിഷയത്തെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യമുണ്ട്. വളരെ സന്തോഷം ടീച്ചറെ. കാരണം ഈ ചർച്ചകൾ നടക്കുമ്പോഴാണ് നമുക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ കാലാകാലങ്ങളിലായിട്ട് കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് എന്ത്, ഖുർആൻ എന്ന് പറഞ്ഞത് സംരക്ഷിക്കപ്പെട്ട, ഏറ്റവും സംരക്ഷിക്കപ്പെട്ട, മാത്രമല്ല മതഗ്രന്ഥങ്ങളിൽ ഇപ്പോൾ ഹൈന്ദവ ഗ്രന്ഥങ്ങളായിക്കൊള്ളട്ടെ, മറ്റുള്ള പാർസികളുടെ ഗ്രന്ഥങ്ങളായിക്കോട്ടെ, ഏത് ഗ്രന്ഥങ്ങളായിക്കോട്ടെ, അതിനേക്കാൾ കുറച്ചുകൂടെ നൂതനമായത്, ഒരുപക്ഷെ സിഖുകാരുടെ സെന്ത് അവസ്ഥ മാത്രമായിരിക്കും ഇതിനേക്കാളും കുറച്ചുകൂടെ ഒരു പുതിയതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം കുറച്ചും കൂടെ വളരെ പഴയതാണ്. ഇപ്പൊ ഹൈന്ദവ ഗ്രന്ഥങ്ങളായിക്കോട്ടെ വളരെ പഴയതാണ്. അപ്പൊ എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള മദ്രസകളിൽ അല്ലെങ്കിൽ പ്രസംഗമന്തിയെ അല്ലെങ്കിൽ ദാവാ പ്രവർത്തകരുടെ കയ്യിൽ നിന്ന്, നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ കയ്യിൽ എല്ലാം കേട്ടിട്ടുള്ള എന്താണ്, ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുരക്ഷിതമാക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഇവിടെ പ്രത്യേകിച്ച് കേരള സുന്നികളുടെ വിശ്വാസം അനുസരിച്ചിട്ട് അത് സൃഷ്ടിക്കപ്പെടാത്തതാണ്, അതായത് അൺക്രിയേറ്റഡ് ആണ്. സ്വർഗത്തിൽ ക്ലേ ടാബ്ലറ്റ്സിൽ നിത്യമായിട്ട് നിലനിൽക്കുന്നതാണ്. സൂറ 85:22 അനുസരിച്ചിട്ട്. ഇസ്ലാമിന്റെ ഒരു സ്റ്റാൻഡേർഡ് നരേറ്റീവ് അനുസരിച്ചിട്ട് ഖുർആൻ ഏകദേശം 610 AD മുതൽ 632 AD വരെ മുഹമ്മദ് നബിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ്. എന്നാൽ ഈ ഖുർആൻ നമുക്ക് അറിയാവുന്ന പോലെ ഇസ്ലാമിന്റെ അതർ സ്റ്റാൻഡേർഡ് നരേറ്റീവ് അനുസരിച്ചിട്ട് ഏകദേശം AD 652 ഉസ്മാൻ എന്ന് പറയുന്ന ഖലീഫയുടെ, അതായത് ഭരണാധികാരിയുടെ കാലത്ത് കോഡിഫൈ ചെയ്ത് പൂർത്തിയാക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഇതിനേക്കാൾ ഏറ്റവും, ഇത് നമ്മൾ എല്ലാ സ്റ്റാൻഡേർഡിനും, ഇപ്പൊ നിങ്ങളുടെ മദ്രസകളിലും നിങ്ങളുടെ അറബിക് കോളേജുകളിലും നമ്മുടെ ചർച്ചകളിലും ദാവാ സ്റ്റോളുകളിലും എല്ലാം കേൾക്കുന്നതാണ്. എന്നാൽ ഇതിനേക്കാൾ ഏറ്റവും വലിയ ക്ലെയിം പിന്നെയാണ് വരുന്നത്,
ഈ ഖുറാൻ കഴിഞ്ഞ 1400 വർഷങ്ങളായിട്ട് ഒരു വ്യത്യാസമില്ലാതെ പ്രവാചകൻ മുഹമ്മദിനെ എങ്ങനെ ഇറക്കി കിട്ടിയോ അതുപോലെ തന്നെ പ്രിസർവ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ഈ വിഷയം ഇപ്പോ ടീച്ചർ നടത്തുന്ന അല്ലെങ്കിൽ ഇവിടെ സാധാരണഗതിയിൽ നമ്മൾ നടത്തുന്ന വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പൊ ഖുറാനിൽ ഇങ്ങനെ ഒരു തെറ്റുണ്ട്, അല്ലെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഇന്ന് ശരിയല്ല, മനസ്സിലായില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഹദീസുകൾ ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഉസ്താദ് മദ്രസയിൽ ചെയ്യുന്നത് ശരിയല്ല. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് എല്ലാ മത സമൂഹ വിഭാഗങ്ങളിലും ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു പാസ്റ്ററോ ഒരു പള്ളിയിലെ അച്ഛനോ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു പുരോഹിതനോ ഒക്കെ എന്തെങ്കിലും വൃത്തികേട് ചെയ്താൽ അത് മതസമൂഹത്തിന്റെ പുറത്തോട്ട് കിട്ടിയതിനോട് പേഴ്സണലി എനിക്ക് യോജിപ്പില്ല. അത് ആ വ്യക്തിയുടെയോ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, അതൊരു വ്യക്തിപരമായ പ്രശ്നങ്ങളാണ്. അതേ സമയത്ത് നമ്മൾ ഇവിടെ ഡീൽ ചെയ്യുന്നത് വി ആർ ഡീലിംഗ് വിത്ത് ടു തിങ്സ്, അതായത് ബുക്ക് ആൻഡ് ഇറ്റ്സ് ഫിലോസഫി. അപ്പൊ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുറാൻ. ബുക്ക് ഖുറാനും ഹദീസുകളും അതിന്റെ ഒത്തന്റിസിറ്റിയും അതുപോലെ തന്നെ ആ ബുക്ക് കൊണ്ടുവരുന്ന ഒരു ഫിലോസഫി. അപ്പൊ നമ്മൾ അതിനെ പരിശോധിക്കുമ്പോൾ ഈ ക്ലെയിം നിലനിൽക്കുന്നതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ടീച്ചർ ന്യായമായിട്ട് അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്താണ് അല്ലേ? നിങ്ങൾ ഇപ്പൊ ടീച്ചർ ഒരു നിരീശ്വരവാദിയാണ്. ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് ഇപ്പൊ ഖുറാൻ സൃഷ്ടിക്കപ്പെട്ടതല്ല എന്ന് ഇസ്ലാമികൾ പറയുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ പറയുന്നത് ബൈബിൾ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? മാത്രമല്ല അത് എഴുതിയത് മനുഷ്യരാണെന്നാണ്. ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചാണ്. അതല്ലാതെ അള്ളാഹു ഇങ്ങനെ ഇറക്കി കൊടുത്തു എന്ന് ഒരു ക്രിസ്ത്യാനിയും, അതായത് സാമാന്യ രീതിയിൽ പഠിച്ചിട്ടുള്ള ക്രിസ്ത്യാനികൾ പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്ഥലത്തും ആരും അവകാശപ്പെടുന്നില്ല. അതായത് അതിന് ഇൻസ്പിറേഷൻ ഓഫ് ഗോഡ് നമുക്ക് അവകാശവാദം ഉണ്ടെന്നല്ലാതെ ഇത് സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ ഇറക്കി കിട്ടിയാണെന്ന് ഗ്രന്ഥം ഒരു വാക്ക് നമ്മൾ പറയുന്നില്ല. ഈ ഇറക്കി കിട്ടിയ ബൈബിൾ എന്നുള്ള വാദം കൊണ്ടുവന്നത്, അതായത് ക്രിസ്ത്യാനികൾ പുസ്തകമതമാണ്, പീപ്പിൾ ഓഫ് ദ ബുക്ക്. ഒരുപക്ഷെ ടീച്ചറുടെ അടുത്ത് ഞാനത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ക്രിസ്ത്യാനികളെ ഇസ്ലാമികൾ വിളിക്കുന്നത് എന്താണ്? പീപ്പിൾ ഓഫ് ദ ബുക്ക്, അല്ലെ, വേദക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. ഇത് തന്നെ ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ബൈബിൾ എഴുതപ്പെട്ടതിന് ശേഷം യഥാർത്ഥത്തിൽ പൂർണ്ണമായിരുന്നു. അതിന്റെ ക്യാനൻ പോലും നമുക്ക് ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ ആൾ ജനിക്കുന്നതിന് ഏകദേശം 250 വർഷങ്ങൾക്ക് മുമ്പ് പൂർത്തീകരിക്കപ്പെട്ട് ബൈൻഡ് ചെയ്ത ബുക്കാണ് ബൈബിൾ. മനസ്സിലായോ? അപ്പൊ ബൈബിൾ കഴിഞ്ഞ 2000 വർഷങ്ങളിൽ വന്ന ബൈബിളിലെ വാക്കുകളിലുള്ള വ്യത്യാസങ്ങൾ, അതിലുള്ള പ്രശ്നങ്ങൾ എല്ലാം ഞങ്ങൾ ഡോക്യുമെന്റഡ് ആണ്. കാരണം ആദിമ നൂറ്റാണ്ട് മുതലുള്ള കയ്യെഴുത്ത് പ്രതികൾ നശിപ്പിക്കാതെ സൂക്ഷിച്ചുള്ളതുകൊണ്ട് ഇന്ന സ്ഥലത്ത് ഇന്ന വ്യത്യാസം, ഇന്ന സ്ഥലത്ത് ഇന്ന വ്യത്യാസം, കോർ ഡോക്ടറിനിൽ വല്ല വ്യത്യാസം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അക്കാഡമിക് ലോകത്ത് മാത്രമല്ല തിയോളജിയന്മാരുടെ ഇടയ്ക്ക് നടക്കുന്ന ചർച്ചയാണ്. പക്ഷെ ഇസ്ലാമിന്റെ ടീച്ചർക്ക് അതിന്റെ സീരിയസ് ആണ്. അപ്പൊ നമ്മൾ പറയുന്ന ക്ലെയിമും ഇസ്ലാമിന്റെ ക്ലെയിമും തമ്മിൽ വളരെ വലിയ വ്യത്യാസമാണ്. ഇവർ പറയുന്നത് സ്വർഗത്തിലെ ഈ ക്ലേ ടാബ്ലറ്റ്സിൽ സൂക്ഷിക്കപ്പെട്ട ഈ ഗ്രന്ഥത്തിന് ഒരു മാറ്റവും ഇല്ല എന്നാണ്. ഇവിടെയാണ് നമ്മൾ ഈ നിങ്ങളുടെ ക്ലെയിം, അതായത് സുന്നികളുടെ ഇവിടെയുള്ള സലഫികളുടെ ക്ലെയിം അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു സാധാരണ ആവറേജ് മുസ്ലിമിന്റെ ക്ലെയിം അനുസരിച്ച് നമ്മൾ ചോദിക്കുന്നത്, ഓക്കെ, നിങ്ങളുടെ ഈ പുസ്തകത്തെ പറ്റി ഇങ്ങനെ വാക്കുകളൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ എന്റെ ഉത്തരവാദിത്വം ഇവിടെ ഇത് സൃഷ്ടിക്കപ്പെടാത്തതാണ് അല്ലെങ്കിൽ അവതരിക്കപ്പെട്ടത് മുഹമ്മദിന് ഇങ്ങനെ കുറച്ചാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ കണ്ടിട്ടില്ല, മുഹമ്മദ് എന്ന് പറഞ്ഞ ആളെ നമ്മൾ കണ്ടിട്ടുണ്ടോ? അള്ളാഹു കൊടുത്തു എന്നുള്ളത് കൊടുത്തില്ല എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഖുറാന്റെ കയ്യെഴുത്ത് പ്രതി 7-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ, അതായത് 650 അടുത്ത് എഴുതിയത്, അത് പൂർണ്ണമായത് ഇന്ന് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായി? മാത്രമല്ല അന്ന് കിട്ടിയെന്ന് പറയപ്പെടുന്ന ആ കൃതികളിൽ മാറ്റത്തിരുത്തലുകൾ ഉണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിന് തെളിയിക്കാൻ പറ്റും. ഇപ്പൊ ഇത് ഇസ്ലാമിന്റെ അടിവേര് ബേസിക്കലി ഫണ്ടമെന്റൽ ക്ലെയിംസിനെ ഇറക്കുന്ന. ഇതുകൊണ്ടാണ് ഈ ചർച്ചകൾക്ക് ഇതുവരെ മലയാളത്തിൽ ഇങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. ടീച്ചർക്ക് അത് മനസ്സിലായി. ടീച്ചർ അതുകൊണ്ടാണ് പറഞ്ഞത്, എന്റെ അടുത്തുള്ള സംഭാഷണത്തിൽ ടീച്ചർ പറഞ്ഞത് എന്താണ്, ഞങ്ങൾ ഈ വിഷയം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്, പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഒരു വിഷയം ഞങ്ങളുടെ മദ്രസകളിലോ അറബിക് കോളേജുകളിലോ ഞങ്ങളെ പഠിപ്പിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിന്റെ ഒരു ഇന്റൻസിറ്റി, ഇപ്പോ കുറച്ചു നേരം മുമ്പ് 2 മിനിറ്റ് മുമ്പ് നടന്ന ചർച്ചയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതാണ് ടീച്ചർക്ക് ഇതിന്റെ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇതിന്റെ ഒരു കോൺടെക്സ്റ്റ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്ക് മനസ്സിലായി. കാരണം ഞങ്ങൾ ഒരുപാട് അറബിക് കോളേജുകളില്
ഇത്തരം വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരിക്കലും ഞങ്ങളെ ഇതിന്റെ ആധികാരികത പഠിപ്പിക്കുന്നില്ല. അപ്പോഴും നമുക്കൊരു ഭാഗമുണ്ട് സബബുൻ നുസൂൽ, അതായത് ഈ ഖുർആൻ ഇറങ്ങിയ പശ്ചാത്തലം എന്താണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. പക്ഷെ അതിനകത്ത് പോലും ഖുർആൻ സൃഷ്ടിയാണോ അല്ലേ എന്ന വിഷയത്തിൽ ഇതുവരെ ആധികാരികമായ രൂപത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിലെ മുഅ്തസിലിയാക്കൾ എന്നും പറഞ്ഞൊരു വിഭാഗമുണ്ട്. അപ്പൊ അവര് പറഞ്ഞിരുന്നു ഖുർആൻ സൃഷ്ടിയാണ് എന്ന വാദം ആദ്യമായിട്ട് ഉന്നയിക്കുന്നത് അവരാണ്. പക്ഷെ അപ്പോഴും ഒരു മിനിറ്റ്, എനിക്ക് കാണാൻ പറ്റുന്നില്ല. അല്ല അത് കുഴപ്പമില്ല, ടീച്ചർ സംസാരിക്കുമ്പോൾ ടീച്ചറിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. എനിക്ക് ടീച്ചറിനെ കാണാം, നോ പ്രോബ്ലം. ടീച്ചർ കാണാം, കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഞങ്ങള് കോളേജുകളില്, പ്രത്യേകിച്ച് അറബി കോളേജിൽ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു വലിയ ജനവിഭാഗത്തിന് അഥവാ സമുദായത്തിന് ഖുർആനിനെ സംബന്ധിച്ച് ഹദീസുകളെ സംബന്ധിച്ചിട്ട് അവബോധം നൽകേണ്ടവരാണ്. അപ്പൊ അവിടെ നിന്നാണ് ഈ റിസർച്ച് പഠനങ്ങൾ നടക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ ലൈബ്രറി, ഞാൻ പഠിച്ചത് മലപ്പുറം ജാമിയ നദവിയ അറബി കോളേജ് എടവണ്ണ, അവിടെയാണ് പഠിച്ചത്. അപ്പോൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ആളുകളാണ് ഈ കേരളത്തിലെ വലിയ ഒരു വിഭാഗം മതപുരോഹിതന്മാര്. ഇപ്പൊ ബാലുശ്ശേരി ആയിരുന്നാലും ഹുസൈൻ സലഫി, മക്ബർ, ഇവരൊക്കെ അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നവരാണ്. അപ്പൊ അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ വേരുകളിലുള്ള പഠനങ്ങൾ തുടങ്ങേണ്ടത്. അപ്പൊ ഖുർആൻ സൃഷ്ടിയാണോ അല്ലേ? അപ്പോഴും അവര് പറയും അല്ല, ഖുർആൻ സൃഷ്ടിയല്ല. പക്ഷെ ആ ഖുർആൻ ആരാണ് എഴുതിയത് എന്ന് പറയുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ബോധ്യപ്പെടാം. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് എതിർ ചോദ്യങ്ങളൊന്നും ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ചുമന്ന ബൈൻഡിലും നീല ബൈൻഡിലും അങ്ങനെയൊക്കെ അള്ളാഹു ആകാശത്ത് നിന്ന് ഇറക്കി തന്നതാണോ എന്ന് തോന്നിപ്പോകും. അപ്പോ നമുക്കിതിനെ കുറിച്ചിട്ട് ഒരുപാട് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾ ഇങ്ങനെ പരസ്പരം ഇരുന്ന് ചോദിക്കുക എന്നതല്ലാതെ മറ്റൊന്നും അവിടെ നമുക്ക് സംശയ നിവാരണത്തിനൊന്നും സാഹചര്യങ്ങളില്ല. അപ്പോ ഏറ്റവും കൂടുതൽ തർക്കങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ് ഇസ്ലാമിക ചരിത്രങ്ങളില് അബ്ബാസിയ കാലഘട്ടത്തില് വലിയ രൂപത്തിൽ ഒരു കലാപം ഉണ്ടായിട്ടുണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് ചോദ്യം ചോദിച്ചു എന്നതിന്റെ പേരിൽ മാത്രം. അപ്പൊ മുഅ്തസിലിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഖുർആൻ അള്ളാഹു ഇറക്കിയ രൂപത്തിലല്ല, മറിച്ച് ഇതൊരു മനുഷ്യ സൃഷ്ടിയാണ്, ഇത് ക്രിയേറ്റഡ് ബൈ മാൻ എന്നതായിരുന്നു അവരുടെ ഒരു വാദം. അതിനവര് ഒരുപാട് തെളിവുകളും പറയുന്നുണ്ട്. അപ്പൊ ഇത് ഞങ്ങളെ ഒരു പുസ്തക രൂപത്തിലല്ല പഠിപ്പിക്കുന്നത്, കുറച്ച് ഫോട്ടോസ്റ്റാറ്റ് ഉണ്ട്. ഈ ഫോട്ടോസ്റ്റാറ്റ് വെച്ചിട്ട്, കാരണം ഞങ്ങളുടെ സിലബസിലുള്ളതല്ല, ഈ സിലബസിനപ്പുറത്തേക്ക് യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടില്ല, ഈ കോളേജിലെ പരീക്ഷയ്ക്ക് ഈ വിഷയം ഉണ്ടാകും. അങ്ങനെ കുറച്ച് ഫോട്ടോസ്റ്റാറ്റ് മടക്കി നമുക്ക് കൊണ്ടുതരും, നമ്മളും അത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കും. അപ്പൊ എല്ലാവരുടെയും കയ്യിലുള്ളത് ഈ മുഅ്തസിലിയാക്കളുടെ വാദം ഖുർആൻ സൃഷ്ടിയാണോ അല്ലേ, ഈ പ്രിന്റ് മാത്രമേ ഉള്ളൂ, ഇതിനൊരു ആധികാരികതയുമില്ല. ആരോ എഴുതി വെച്ച ഒരു പ്രിന്റ് ആണ്, അതിന് കുറച്ച് റെഫറൻസുകളും അവർ പറയുന്നുണ്ട്. അതായത് അള്ളാഹു മാത്രമാണ് ഈ ഗ്രന്ഥത്തിന്റെ ആദ്യകാല ഉപജ്ഞാതാവ്, അതായത് ഇത് ക്രിയേറ്റ് ചെയ്യേണ്ടത് അള്ളാഹുവാണ്. അപ്പോ നമ്മളെ പഠിപ്പിക്കും ഇത് ലൗഹിൽ മഹ്ഫൂദിൽ നേരത്തെ തന്നെ ഇത് എഴുതി രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുതയാണ്. അപ്പോഴും ഞങ്ങൾക്കൊരു ചോദ്യം ബാക്കിയുണ്ടാകും, ഇത് ഘട്ടം ഘട്ടമായി ഇറക്കി എന്ന് പറയുമ്പോൾ അതും ഇതും തമ്മിൽ അത് കോൺട്രഡിക്റ്റ് വരുന്നില്ല. അപ്പൊ ഇതെങ്ങനെയാണ് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നത്? കാരണം സന്ദർഭത്തിനനുസരിച്ചിട്ടാണ് 23 വർഷക്കാലത്തിനിടയിൽ പ്രവാചകൻ ഈ ഗ്രന്ഥം ഇറങ്ങിയതെങ്കിൽ നേരത്തെ എങ്ങനെയാണ് ഈ പുസ്തകം ലൗഹിൽ മഹ്ഫൂദിലേക്ക് വരുന്നത്? അപ്പൊ ആ പുസ്തകമാണോ ശരിയായ ഖുർആൻ, അതോ ഇന്ന് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഖുർആനാണോ ശരിയായ ഖുർആൻ, അതോ ഇവര് പറയുന്ന റോയൽ മമ്മിയിലോ ഈജിപ്തിലോ പല ഹാളുകളിലും പല മ്യൂസിയങ്ങളിലും ആദ്യത്തെ ഗ്രന്ഥം സൂക്ഷിച്ചിട്ടുണ്ട്, അത് മനുഷ്യന്റെ കൈകൾ കൊണ്ട് എഴുതിയതാണെന്നൊക്കെയാണ് ഇവര് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ വചനം അള്ളാഹു സംരക്ഷിച്ചു എന്ന് പറയുമ്പോൾ അള്ളാഹു എങ്ങനെയാണോ ഇറക്കിയത് ആ രൂപത്തിലാണ് ഇതിന്റെ സംരക്ഷണം വരേണ്ടത്. അതല്ലാതെ പിന്നീട് ചില അക്രമകാരികളായിട്ടുള്ള ഭരണാധികാരികൾ എന്നറിയപ്പെടുന്ന ഹജ്ജാജ് ബിൻ യൂസഫിനെ പോലെയുള്ള ആളുകൾ ഹറക്കത്ത് എന്ന് അതിന് പറയുക, വള്ളിയും പുള്ളിയും ഒക്കെ ഇട്ടിട്ടുള്ള ഗ്രന്ഥമായിരിക്കരുത്. അപ്പൊ അള്ളാഹു സംരക്ഷിക്കേണ്ടത് അതിന്റെ മൂലഗ്രന്ഥമാണ്. അപ്പൊ ഞങ്ങൾക്ക് അന്ന് അതവിടെ ചോദിക്കാനോ അതല്ലെങ്കിൽ അത് കണ്ടെത്താൻ പറ്റിയ പുസ്തകങ്ങളോ അതിന് റിസർച്ച് ചെയ്യാൻ പറ്റിയ സ്കോളേഴ്സോ അന്ന് ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ടാണല്ലോ ഒരുപാട് യുക്തിവാദികൾ അഥവാ എക്സ് മുസ്ലിങ്ങളൊക്കെ പിറവിയെടുക്കുന്നത്. അത് നല്ല രൂപത്തിൽ, അതായത് സമഗ്രമായ കുറ്റമറ്റ രൂപത്തിൽ ഒരു പഠനങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മളെ അവർ ഇറക്കി വിടുന്നതെങ്കിൽ നമുക്ക് സെൽഫായിട്ട് അന്വേഷിക്കുകയോ അതല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ യാഥാർത്ഥ്യം കണ്ടെത്തുകയോ അത് പബ്ലിഷ് ചെയ്യുകയോ ചെയ്യേണ്ടത് ഒരു സാഹചര്യം വരില്ല. ഇപ്പോ അഹ്ലുസുന്നയുടെ വാദം, അന്ന് ഷിയാ സുന്നി തർക്കമൊക്കെ നിലനിന്നിരുന്ന കാലഘട്ടത്തില് അവര് പറഞ്ഞത് ഖുർആൻ സൃഷ്ടിയല്ല, ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നാ പറഞ്ഞത്, അള്ളാഹു ഇറക്കിയതാണെന്ന്. അങ്ങനെ ഈ 4 ഇമാമുമാരാണ് മദ്ഹബുകൾ പഠിപ്പിക്കുന്നത്, ഷാഫി, ഹനഫി, ഹംബിലി, മാലിക്. അതിലെ ഹംബിലി മദ്ഹബുകാരനായിട്ടുള്ള ഇമാമിന്റെ നേതൃത്വത്തിലെ ഭൂരിപക്ഷം ആളുകളും പറഞ്ഞത് ഖുർആൻ സൃഷ്ടിയല്ല, അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് ഈ ഗ്രന്ഥം. അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്. ഇത് ജിബ്രീലിൽ നിന്ന് കേട്ടു, ഇത് അന്ന് വാമൊഴിയായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അള്ളാഹു ആ പുസ്തക രൂപത്തിൽ ഇറക്കിയാൽ മാത്രമേ ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറയാൻ പറ്റും. അപ്പോ അള്ളാഹുവിനെ ആര് സൃഷ്ടിച്ചോ അതേപോലെ തന്നെയാണ് ഈ ഗ്രന്ഥത്തിന്റെ സൃഷ്ടിപ്പും എന്നാണ് ഹംബിലി മാലിക് പറഞ്ഞത്. അതായത് അള്ളാഹുവിനെ ആരും സൃഷ്ടിച്ചതല്ല, അതുപോലെ ഈ ഗ്രന്ഥം അള്ളാഹു സൃഷ്ടിച്ചു. അപ്പൊ അള്ളാഹു എന്ന് പറഞ്ഞാൽ ആരും സൃഷ്ടാവല്ല, പക്ഷെ ഖുർആനിന് അള്ളാഹു സൃഷ്ടാവാണ്. ഹംബിലി മദ്ഹബിന്റെ വാദം അങ്ങനെയാണ് മുഅ്തസിലിയാക്കൾ അവിടെ പൊളിക്കുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഖുർആൻ ആകാശത്ത് നിന്ന് വീണതാണോ? ആകാശവും ഭൂമിയും കടലും കരയും ഒക്കെ സൃഷ്ടിച്ചതുപോലെ അള്ളാഹു അങ്ങനെ സൃഷ്ടിച്ചതാണ്. അവിടെയും ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയാണ്. കാരണം ആകാശം 8 പകലും 7 രാത്രിയും കൊണ്ട് സൃഷ്ടിച്ചു, ഭൂമി 7 രാത്രി കൊണ്ട് സൃഷ്ടിച്ചു. അങ്ങനെ വരുമ്പോൾ അള്ളാഹു എവിടെയായിരുന്നു എന്ന ചോദ്യം ബാക്കിയാണ്. കടലും കരയും, അള്ളാഹു ആകാശവും ഭൂമിയും സൃഷ്ടിക്കുമ്പോൾ അള്ളാഹു വെള്ളത്തിലായിരുന്നു എന്നാ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ വെള്ളം കരയിലോ കടലിലോ എവിടെയെങ്കിലും ആയിരിക്കണമല്ലോ, ഒന്നുകിൽ ആകാശത്ത് അല്ലെങ്കിൽ ഭൂമിയിൽ. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ടും അന്നും എത്തിച്ചേർന്നിരുന്നത് ഖുർആൻ മനുഷ്യ നിർമ്മിതമാണ്. അതുകൊണ്ടാണ് അത് അന്യൂനമല്ലാത്തത്. അപ്പോ നമ്മൾ ഈ മുഅ്തസിലിയാക്കളുടെ പഴയ തർക്കം പലപ്പോഴും ഉടലെടുക്കാറുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ വചനമാണോ ഇത്, അതോ മുഹമ്മദ് നബി തന്റെ ചുറ്റുപാടുകളിൽ നിന്ന് തനിക്കുണ്ടായ സ്വാധീന വലയങ്ങളിൽ ക്രിയേറ്റ് ചെയ്ത ചില ആശയങ്ങളാണോ പിൽക്കാലത്ത് ഈ ഗ്രന്ഥരൂപത്തിൽ വന്നിട്ടുള്ളത്, അതോ ജിബ്രീലിന്റെ വചനമാണോ? അപ്പോ അള്ളാഹു ഒരു മെസ്സേജ് ലോക ജനതയ്ക്ക് നൽകുമ്പോൾ അത് തിരിച്ചൊരു എതിർ ചോദ്യമോ ഒരു സംശയമോ ഇല്ലാത്ത രൂപത്തിൽ നൽകാൻ പോലും അള്ളാഹുവിന് സാധിച്ചിട്ടില്ല. അള്ളാഹു ഒരു കാര്യം പറഞ്ഞു വിട്ടുന്നു, അതിന്റെ ഒരു പോസ്റ്റ്മാൻ ആയിട്ട് ജിബ്രീൽ മാറുന്നു. ആ ജിബ്രീലും അതുപോലെ തന്നെ കൊണ്ടു കൊടുക്കുമ്പോൾ മുഹമ്മദ് നബിയും ഒരു പോസ്റ്റ്മാൻ മാത്രമാണ്. ഖുർആനിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, എത്തിക്കുക എന്ന ഉത്തരവാദിത്വം മാത്രമേ നിനക്കുള്ള ഒരു പോസ്റ്റ്മാൻ ആണെന്ന്. അപ്പോ ഇനി നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയം ഖുർആൻ സൃഷ്ടിയാണ് എന്ന് താങ്കൾ പറയുന്നു. അതിന് താങ്കൾ എത്തിച്ചേർന്നിട്ടുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള ചരിത്രരേഖകൾ ഉണ്ടാകുമല്ലോ. ഇത് മനുഷ്യ നിർമ്മിതമാണ് എന്ന് താങ്കൾ പറയുന്നു. അപ്പോ ഖുർആനിനെ ഇന്നലെ നമ്മൾ സംസാരിച്ചതുപോലെ ഖുർആനിനെ ആശയമാണോ അള്ളാഹു സംരക്ഷിച്ചത്, അതോ വാക്കുകളും പദങ്ങളുമാണോ സംരക്ഷിച്ചത് എന്ന് ചോദിച്ചല്ലോ. അള്ളാഹു വാക്കുകൾ തന്നെയാണ് സംരക്ഷിച്ചത്, ആശയങ്ങളല്ല. അതുകൊണ്ടാണ് ആ വാക്കില് ഒരു വള്ളിക്കോ പുള്ളിക്കോ പോലും വ്യത്യാസമില്ലാതെ അള്ളാഹു സംരക്ഷിക്കും എന്ന് പറഞ്ഞത് വാക്കുകളാൽ സംരക്ഷിക്കുമെന്ന് തന്നെയാണ്. അപ്പോ പടച്ചവൻ എന്ന സങ്കല്പത്തെ മുഴുവനും പൊളിച്ചടുക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ താങ്കൾ ഒരു വാദം ഉന്നയിക്കുന്നത്. അതായത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, അള്ളാഹുവിന്റെ മതമാണ്, അള്ളാഹു അതിനെ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ സംരക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഗ്രന്ഥം തന്നെ ഒരു സൃഷ്ടിയാണ്, ഇത് പ്രവാചകനും കണ്ടിട്ടില്ല, ജിബ്രീൽ കൊണ്ടു കൊടുത്തതാണ്, ഇത് വെറും വാമൊഴി മാത്രമാണ് എന്ന് താങ്കൾ പറയുമ്പോൾ ലക്ഷക്കണക്കിന് വിശ്വാസികളാകുന്ന ആളുകളുടെ മതവികാരം വ്രണപ്പെടുത്തുന്ന ഒരു കണ്ടെത്തലാണിത്. കാരണം ജസ്റ്റ് പറഞ്ഞു പോകുക എന്നതിലുപരി ഇത് ഇതുവരെ ആരും ഗഹനീയമായ രൂപത്തിൽ ഡേറ്റാസ് വെച്ചിട്ട് ഇത് ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല. കാരണം പ്രത്യേകിച്ച് ഇതൊരു വിശ്വാസപരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ രൂപത്തിൽ പ്രകോപനം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഉന്നയിക്കുന്ന വാദം എപ്പോഴും ഡേറ്റാസ് ബേസ് ചെയ്തിട്ടായിരിക്കണം. നിങ്ങളുടെ അന്വേഷണങ്ങളും നിങ്ങളുടെ കണ്ടെത്തലുകളും റഫറൻസുകൾ ഉൾപ്പെടെ ആയിരിക്കണം നിങ്ങളൊരു വിഷയം ഉന്നയിക്കേണ്ടത് എന്ന് ആദ്യം തന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ്. കാരണം ഇത് മതവികാരം വ്രണപ്പെടുത്തുന്ന ഒരു വിഷയമായതുകൊണ്ട്. ഓക്കെ, വളരെ നന്ദി. അത് നമ്മളിവിടെ നടക്കുന്ന ചർച്ചകളിലെല്ലാം സ്ഥിരമായിട്ട് പറയാറുള്ള ഒരു കാര്യമുണ്ട്.
ഇവിടെ വരുന്ന മുസ്ലിങ്ങളോട് നമ്മൾക്ക് യാതൊരു വിധത്തിലുള്ള വൈരാഗ്യവുമില്ല. ഇവരുടെ, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ, രണ്ട് കാര്യങ്ങളെയാണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്. ഒന്ന് ആ പുസ്തകം, വേറൊന്ന് ആ പുസ്തകങ്ങൾ അവതരിപ്പിക്കുന്ന ഫിലോസഫി. ഈ രണ്ട് കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. ഇപ്പൊ ജാമ്യ ടീച്ചർ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും. എന്തായിരുന്നു ഈ പുസ്തകം സൃഷ്ടിയാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇത് മോഡേൺ സയൻസ്, അതായത് ഖുറാനിക് സയൻസസ് എന്ന് പറഞ്ഞൊരു ശാഖ തന്നെ ഉണ്ട്. ഒരു പക്ഷേ ഇവിടെയുള്ള എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അതായത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റികളിൽ ഖുറാനിക് സയൻസ് എന്നാണ് പറയുന്നത്. മനസ്സിലായി? ഇപ്പൊ ആറ്റമിക് സയൻസ് എന്ന് പറഞ്ഞ കൂട്ട് ഖുറാനിക് സയൻസ് എന്ന് പറഞ്ഞ ഒരു ശാഖ തന്നെയുണ്ട്. അതിൻ്റെ അകത്ത് ഉള്ളത് നമ്മളിപ്പോ ഇവിടെയുള്ള ഒരു ആവറേജ് മദ്രസ വിദ്യാഭ്യാസം ലഭിച്ച ആൾക്കാരല്ല. അവിടെ വലിയ രീതിയിലുള്ള, അതായത് 5 or 10 വർഷങ്ങൾ ഈ വിഷയത്തെ പറ്റി അവരുടെ ലൈഫ് ടൈമിൽ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്ന ഡിവോട്ടഡ് ആയിട്ടുള്ള മുസ്ലിംസ് തന്നെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അത് ഈ പഠിച്ച് വിശ്വാസം നഷ്ടപ്പെട്ടവരാണ് കൂടുതൽ. പക്ഷെ അങ്ങനെയുള്ള ഇപ്പോഴും അത് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അതിനെ ഖുറാനിക് സയൻസസ് എന്നാണ് പറയുന്നത്. മിക്കവാറും ഇപ്പൊ ഹാർവാർഡിലാണെങ്കിലും കേംബ്രിഡ്ജിലാണെങ്കിലും ഇങ്ങനത്തെ പല സ്ഥലത്തും ഈ പറഞ്ഞ ഖുറാനിക് സയൻസ് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോ അതിൻ്റെ അകത്ത് ഒരു കാര്യം ഞാൻ പറയാം. എന്തുകൊണ്ടാണ് ഇതിനിങ്ങനെ നമ്മൾ പറയുന്നത്? സാധാരണഗതിയിൽ 5 സ്റ്റേജാണ്. എന്റെ കാഴ്ചപ്പാടിൽ 7 സ്റ്റേജാണ്. പക്ഷെ ഒരു ആവറേജ് മുസ്ലിമിലെ സ്റ്റാൻഡേർഡ് നരേറ്റീവിൽ 5 സ്റ്റേജാണ് എങ്ങനെയാണ് ഖുറാൻ രൂപവൽക്കരിക്കപ്പെട്ടത് എന്നുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് ടീച്ചർ തന്നെയല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഉസ്മാന്റെ കാര്യം. നമ്മൾ ഇംഗ്ലീഷിൽ ഉത്മാൻ എന്ന് പറയും. ഉത്മാന്റെ കോഡക്സ് ആണ് ആദ്യത്തെ. ഈ ഉത്മാന്റെ കോഡക്സ് വരുന്നതിന് മുമ്പ് നമുക്കറിയാം, വാസ്തവത്തിൽ അവിടെ ഇതിനു മുമ്പ് ഒരു കോപ്പി ഉണ്ടായിരുന്നു. ഏതായിരുന്നു? പ്രവാചകൻ പറഞ്ഞു കൊടുത്തത് എല്ലിലും തോലിലും മനുഷ്യരുടെ ഹൃദയങ്ങളിലും അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ചന്നം ഭിന്ന വസ്തുക്കളിൽ എഴുതിക്കൊണ്ടിരുന്ന ഒരു കോപ്പി ഉണ്ടായിരുന്നു, അല്ലെ? അപ്പൊ ആദ്യമായിട്ട് അബൂബക്കറിന്റെ കാലത്ത് യമാമ യുദ്ധത്തിൽ ആളുകൾ മരിച്ചു. ഖാരികൾ, അതായത് ഖുറാൻ മനഃപ്പാടമാക്കിയിരുന്ന ആളുകൾ മരിച്ചു പോകുന്നു. ഈ ഖുറാൻ നഷ്ടപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ വന്നു. അപ്പോൾ അന്നേരം എന്ത് ചെയ്തു? ഇതൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പൊ അബൂബക്കറിന്റെ പ്രതികരണം എന്താണ്? അയ്യോ, പ്രവാചകൻ പോലും ഇത് ചെയ്തിട്ടില്ല. പ്രവാചകൻ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം നമ്മളോട് പറയുകയോ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ഇതെങ്ങനെ ചെയ്യണം? ഇത് ആരാണ് കൊണ്ടുവരുന്നത്, ആശയം കൊണ്ടുവരുന്നത്? ടീച്ചറുടെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ പറയാൻ തെറ്റാണെങ്കിൽ ഇടയ്ക്ക് കയറാട്ടോ, കുഴപ്പമില്ല. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ചയാണ്. ഇതൊരു തെറ്റാണെങ്കിൽ, ഇനി പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങൾ ഡേറ്റ സഹിതം വരും, നമുക്ക് കറക്റ്റ് ചെയ്യാം. യമാമ, ജമൽ, സിഫീൻ പോലെയുള്ള ഈ 3 യുദ്ധങ്ങളിലും കൊല ചെയ്യപ്പെട്ടത് അത്രയും വിശ്വാസികളായിരുന്നു. കൊന്നതും വിശ്വാസികള്, കൊല ചെയ്യപ്പെട്ടതും വിശ്വാസികള്. അപ്പോൾ ഉസ്മാന്റെ കാലഘട്ടത്തിലെ കുറച്ച് പ്രമുഖരായിട്ടുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് ചിന്തിക്കുന്നു. ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകളൊക്കെ ആ യുദ്ധത്തിൽ മരണപ്പെട്ടു പോകുന്നു. ഇങ്ങനെയാണെങ്കിൽ ഖുർആൻ അന്യം നിന്നു പോകത്തില്ലേ? ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇതിന്റെ ആശയങ്ങൾ എങ്ങനെ എത്തും? ടീച്ചറെ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ടീച്ചർ എടുത്തു. ടീച്ചറെ ഞാൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പൊ പ്രവാചകന്റെ ഒരു അനുചരൻ വന്നിട്ട് പറയുന്നു, പ്രവാചകൻ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തക്തുബു അന്നീ ഷൈഇൻ, എന്നിൽ നിന്നും നിങ്ങൾ യാതൊന്നും എഴുതി വെക്കരുത് എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പ്രവാചകന്റെ അനുചരൻ പറഞ്ഞതിനനുസരിച്ചിട്ടാണ് അബൂബക്കറും ഉമറും ഒരിക്കലും ഈ ഗ്രന്ഥം ക്രോഡീകരിക്കാൻ തയ്യാറാകാത്തതും കയ്യിലുള്ളതൊക്കെ കൂട്ടിയിട്ട്. ഓക്കെ. ഇനി നമുക്ക് ഇത് ഫസ്റ്റ് സ്റ്റേജ് ആണ്. അതായത് യഥാർത്ഥ കോപ്പി ഏതാണ്? ചന്നം ഭിന്ന വസ്തുക്കൾ എഴുതി വെച്ച, എല്ലിലും തോലിന്റെ ഒക്കെ എഴുതി വെച്ച സാധനങ്ങൾ. രണ്ടാമത് ഉണ്ടാക്കിയ കോപ്പിയാണ്. അത് ഉണ്ടാക്കിയിട്ട് ഇത് ആരുടെ കൈ കൊടുത്തു? നമുക്കറിയാവുന്ന പോലെ അബൂബക്കറിന്റെ മകളായ ഹഫ്സയുടെ തലയണയുടെ ഇടയിൽ 20 വർഷം ഈ ഖുറാൻ ഇരുന്നു. 20 വർഷം ഈ ഖുറാന് എവിടെയായിരുന്നു? സുരക്ഷിതമായിട്ട് ഹഫ്സയുടെ തലയണയുടെ അടിയിലായിരുന്നു. ഇത് നമ്മൾ ഉണ്ടാക്കി പറഞ്ഞല്ല. ഇതിന്റെ എല്ലാ തെളിവ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ വളരെ വൃത്തിയായിട്ട് നമ്മൾ ഇതിന്റെ തെളിവ്, അതിന്റെ ഹദീസ് നമ്പർ എല്ലാം അടക്കം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോ 20 വർഷം അവിടെ ഇരുന്നിട്ട് ശേഷം അതിനുശേഷം ഉസ്മാന് പിന്നീട് ഒരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നമാണ് സത്യത്തില് ഇന്നും ഇസ്ലാമിക ലോകത്തിന് പരിഹരിക്കാൻ പറ്റാത്തത്. അതായത് ഒരാൾ യുദ്ധത്തിന്റെ സമയത്ത് ഷാമിൽ നിന്നും, അതായത് അന്നത്തെ സിറിയ ഇറാഖ് ബോർഡറിൽ നിന്ന് യുദ്ധത്തിന് കഴിഞ്ഞ ശേഷം ഒരാൾ ഇങ്ങ് വന്നിട്ട് പറയാണ്, ഖുറാൻ പലരും പല രീതിയിൽ ഓതുന്നു, നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, നമ്മളുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാകും. കാരണം ഈ ഖുറാൻ എന്ന് പറഞ്ഞ സാധനമാണ് ഇതിന്റെ പൊളിറ്റിക്സിൽ ഇവരെ ഒന്നിച്ച് കൂട്ടി നിർത്തുന്നത്.
ഖുറാൻ 15 തന്നെ കൃത്യമായിട്ട് നമ്മൾ ആദ്യം ടീച്ചർ തന്നെ പറഞ്ഞ മാതിരി പറയുന്നുണ്ട്, ഈ ഖുറാൻ അള്ളാഹുവിന്റെയാണ്, ഞാൻ തന്നെ അതിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ആ കാര്യം ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഞങ്ങളുടെ ഇടയിൽ നിന്ന് ആൾക്കാർ തമ്മിൽ തല്ലുന്നു. അതിനകത്ത് ഒരാൾ പറഞ്ഞത് അള്ളാഹുവിന് വേണ്ടി ഞാൻ ചെയ്യുന്നു പറയുമ്പോൾ വേറൊരു സ്ഥലത്ത് വേറെ ആള് ഓതുന്നത് അത് പിന്നെ കാബയ്ക്ക് വേണ്ടി, ഹറമിന് വേണ്ടി, അല്ലെ ഹറം എന്നാണ് പറയുന്നത്. അപ്പൊ ഹറമിന് വേണ്ടി എന്നാണ് വേറെ സ്ഥലത്ത് പറയുന്നത്. അപ്പൊ ഇത് തമ്മിൽ പ്രശ്നമാണ്. അപ്പൊ ഉസ്മാന്റെ അടുത്ത് പറയാണ് ഇത് ശരിയാവില്ല. അപ്പൊ ഉസ്മാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രവാചകൻ മരിച്ചിട്ട് 13 വർഷമായിട്ട് ഇപ്പോഴും നിങ്ങൾ തമ്മിൽ തല്ലുകയാണോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഇത് നമ്മൾ കമ്പൈലേഷൻ ആണ് ഹിസ്റ്ററി ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എവിടെയാണ്, ഹഫ്സയ്ക്ക് കിട്ടിയ കമ്പൈലേഷൻ കോപ്പി എങ്ങനെയാണ് കണ്ടം കൊണ്ട വസ്തുക്കളിൽ നിന്ന് മേടിച്ചെടുത്തു. രണ്ടാമത് കമ്പൈൽ ചെയ്യാനുള്ള കാരണം പല സ്ഥലത്തും ഉസ്മാൻ പറയുന്നതാണ് ഏറ്റവും രസകരമായിട്ട് തോന്നുന്നത്. ഉസ്മാൻ പറയുന്നതാണ്, എന്റെ മൂക്കിന്റെ കീഴിൽ, അതായത് ഞാൻ ഭരിക്കുന്ന ഇത്ര അടുത്ത പ്രദേശത്ത് ഇങ്ങനെ വ്യത്യാസമാണെങ്കിൽ ദൂരദേശങ്ങളിലേക്ക് എന്തോ ഒരു വ്യത്യാസമായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇതെല്ലാം കൂടി നമുക്ക് കമ്പൈൽ ചെയ്തിട്ട് വേണം നമുക്കൊരു ബുക്ക് ഉണ്ടാക്കണം. അതായത് ലോകത്തിൽ ആദ്യമായിട്ട് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രൗഡ് സോഴ്സിങ് വഴി ഉണ്ടാക്കിയ ഒരു മതഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഖുറാനാണ്. അപ്പൊ എന്തായിരുന്നു ഇവർ ചെയ്തെന്നറിയാവോ? അതാണ് ടീച്ചർ ശ്രദ്ധിക്കണം. നിങ്ങൾ പറയുന്ന ഈ ഗ്രന്ഥം അത്ര മോശമല്ല. അത് അന്നത്തെ കാലത്ത് സോഷ്യലിസ്റ്റ് മനോഭാവത്തിൽ ഉണ്ടാക്കിയ ഗ്രന്ഥമാണ്. പഴയ സോഷ്യലിസ്റ്റ് മനോഭാവം കാണണമെങ്കിൽ നിങ്ങൾ ഖുറാൻ, എന്താ സംഭവിച്ചത്, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ ഓർമ്മയുണ്ട്, എന്നാ വരൂ നമുക്ക് ഇരിക്കാം. ഇങ്ങനെ ഓരോരുത്തരോട് ചോദിക്കും, പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ കുറച്ച് പേര് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു. അതിനുശേഷം ഹഫ്സയുടെ ഒറിജിനൽ കോപ്പി എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നു. ഇതെല്ലാം കൂടെ നോക്കിയിട്ട് ഈ കൊണ്ടുവന്ന സാധനങ്ങൾ എന്ത് ചെയ്തു ഉസ്മാൻ? അതാണ് ഏറ്റവും രസകരം. ഇപ്പൊ നമുക്കറിയാം ഒരു ഒറിജിനൽ കോപ്പി നമ്മുടെ കയ്യിലിരിക്കണം, ഒരു ആധാരത്തിന്റെ ഒറിജിനൽ കോപ്പി. ഓക്കെ, ഇപ്പൊ നിങ്ങൾ അത് നോക്കി പണ്ടത്തെ മാതിരി ഫോട്ടോസ്റ്റാറ്റില്ല. അപ്പൊ നിങ്ങൾ എഴുതി ആധാരത്തിന്റെ പകർപ്പ്, അല്ലെ? എന്റെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാണ്. ആധാരത്തിന്റെ പകർപ്പ് എഴുതാൻ വേണ്ടി രജിസ്റ്റർ ഓഫീസിൽ ആളിരിക്കും. ഇപ്പൊ ഒക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. പണ്ട് അങ്ങനെയല്ല, നമ്മൾ എഴുതിയേ പറ്റൂ. പക്ഷെ ഇവരെന്ത് ചെയ്തു, ഉസ്മാന്റെ കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ എന്ത് ചെയ്തു, ഒറിജിനൽ ആധാരം കത്തിച്ചു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ഈ ആദ്യത്തെ കോപ്പിയും രണ്ടാമത്തെ കോപ്പിയും തമ്മിൽ വ്യത്യാസം ഇല്ലെങ്കിൽ കത്തിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളത് സാമാന്യ ബുദ്ധിയിൽ ആലോചിച്ചു. ഇപ്പൊ ഞാനൊരു ആധാരത്തിന്റെ ഒറിജിനൽ കോപ്പി എന്റെ ഇരിക്കുകയാണ്. ഞാൻ അത് നോക്കി കോപ്പി എടുത്തു. കോപ്പി എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ കോപ്പി എല്ലാ സ്ഥലത്തോട്ട് അയച്ചു കൊടുത്തു. ഒറിജിനൽ കത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യായമായിട്ട് മനസ്സിലാക്കാം എന്തോ എവിടെയോ ചീഞ്ഞ് നടന്നുണ്ട്. ശരിയല്ലേ? എവിടെയോ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഒറിജിനൽ കോപ്പികൾ കത്തിക്കോ? അപ്പൊ ഇത് കത്തിക്കാനുള്ള പിന്നീട് ഇതുകൊണ്ട് തീരുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം പറഞ്ഞത് ഈ ഫസ്റ്റ് കമ്പൈലേഷൻ ശരിയായിരുന്നുവെങ്കിൽ 4ാമത്തെ സെഞ്ചുറിയില് ഇബിൻ മുജാഹിദിന്റെ വേറൊരു കമ്പൈലേഷൻ ആവശ്യമില്ല. അപ്പൊ നമ്മൾ സൈക്കിൾ കൂടുവാണ്. അപ്പൊ ആദ്യം ഫസ്റ്റ് കോപ്പി പ്രശ്നമാണ്, അത് കണ്ടെത്തുന്ന വസ്തുക്കളിൽ നിന്നാണ്. രണ്ടാമത് ഉസ്മാന്റെയാണ്, അവിടെ കൊണ്ട് പ്രശ്നം തീരുന്നില്ല. ഇനി ഇബിൻ മുജാഹിദ് ചെയ്യാണ്. ഇബിൻ മുജാഹിദ് എന്താ ചെയ്തേ, 4 വശത്തു നിന്നും പല രീതിയിലുള്ള റിപ്പോർട്ട് വരികയാണ്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു, ഇത് 7 കിറാത്തുകളിലായിട്ട് സംരക്ഷിച്ചു. എന്താണ് ഈ കിറാത്ത്, എന്താണ് ആറൂഫ് എന്ന് ഒരു മുസ്ലിം പണ്ഡിതനോടോ, ഇന്നത്തെ ഞാൻ പറഞ്ഞേ ഇവിടെ സാധാരണക്കാരല്ല, ഇന്ന് ലോകത്തിലെ ടോപ്പ് മോസ്റ്റ് ആളോട് ചോദിച്ചാൽ ഈ ആറൂഫ് അല്ലെങ്കിൽ ഹറഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാൻ പറ്റുന്ന ഒരാളും ഇന്ന് ജീവിച്ചിരിപ്പില്ല. 45 അഭിപ്രായങ്ങളാണുള്ളത്. ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഇതൊക്കെ കൊട്ടേഷൻസ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇസ്ലാമിക സുഹൃത്തുക്കൾ തെളിവ് വന്നതിന് ഇതുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെയുള്ള 100 കണക്കിന്, സത്യത്തിൽ ഞാൻ ഈ ടൈറ്റിലിന് ഒരു പേരിട്ടുണ്ട്, കാക്ക 900 ഖുറാൻ. ഇത്രയും ദിവസം ഞാൻ ഇതിപ്പോ നിങ്ങൾ ഇത് ഓർത്ത് വെച്ചു, ഇതാണ് ടൈറ്റിൽ. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന എത്ര ഖുറാൻ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇത്രയും ദിവസം ഇവർ പറഞ്ഞു 1 ഖുറാൻ. ഞാൻ പറയുന്നു കാക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉമ്മർ കാക്ക. അപ്പൊ ഞങ്ങൾ സ്നേഹത്തോടെ, ഞാൻ കുഞ്ഞിലൊക്കെ ഉമ്മർ കാക്ക, ഒരു മക്കാറ് കാക്ക ഉണ്ടാകും. അപ്പൊ നമ്മള് സ്നേഹത്തോടെ വിളിക്കണം, അത് പരിഹാസമൊന്നുമല്ല. അപ്പൊ കാക്ക 900, മുസ്ലിങ്ങൾക്ക് 900-ലധികം ഖുറാൻ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അതായത് ഇതൊരു അതിശയോക്തിയായിട്ട് പറഞ്ഞാൽ അത്ര അധികം ഖുറാനിൽ നിന്ന് ഈ ഇബിൻ മുജാഹിദ് 50-ലധികം പതിപ്പുകളിൽ നിന്നാണ്, 50-ലധികം ഡോക്യുമെന്റിൽ നിന്നാണ് 7 എണ്ണം തെരഞ്ഞെടുത്തത്. മനസ്സിലാവുന്നുണ്ട്? 50-ലധികം ഡോക്യുമെന്റ്. ഇത് ടീച്ചർ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇതാണ് ചർച്ച. 50-ലധികം പതിപ്പുകളിൽ നിന്ന് ഇബിൻ മുജാഹിദ് 7 എണ്ണം തെരഞ്ഞെടുത്തു. ഇതിനുശേഷം 11-ാം നൂറ്റാണ്ടില് ഈ സ്പെയിനിലോട്ട് പോയ ആഫ്രിക്കക്കാരായ ആൾക്കാര് ഇതിൽ ഓരോരുത്തരും 2 എണ്ണം വെച്ച് 2 റാവികളെ തെരഞ്ഞെടുത്തു. ആ 2 പേരുടെ പേരാണ് നമുക്ക് അൽദാനി ആൻഡ് അൽ ഷത്തീബി. ഇവിടെയുള്ള ആവറേജ് പിന്നെ മുസ്ലിങ്ങൾ ഈ പേരൊന്നും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഈ വിഷയങ്ങൾ
കേരള പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്തിട്ടില്ല. നമ്മുടെ ഒരു സുഹൃത്ത് ചർച്ച ചെയ്യാൻ വന്നു, അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സുഹൃത്തെ ഈ വിഷയം കേരളത്തിലെ മലയാളികളുടെ ഇടയ്ക്ക് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്തോ പരിഹാസം പോലെയാണ് തോന്നി. സത്യത്തിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, ഈ വിഷയം കേരള പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്തിട്ടില്ല. ഇല്ല. നിങ്ങൾ അല്ലെങ്കിൽ ഡിബേറ്റിന്റെ കൊണ്ടുപോകാം, ചിലപ്പോൾ നിങ്ങൾ അവിടെ ഇവിടെ റൂമിലേക്ക് ഇരുന്ന് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഒരു പൊതുസമൂഹത്തിലൂടെ ഈ ചർച്ച ഇത് വന്നിട്ടില്ല. അതിന് നമ്മൾ 2 റാവി സിസ്റ്റം എന്നാണ് പറയുന്നത്. 2 റാവി സിസ്റ്റം. അൽദാനി ആൻഡ് അൽ ഷത്തീബിയാണ് ഇത് ചെയ്തത്. ഇനി അവിടെ കണ്ട് പ്രശ്നം തീർന്നോ? നമ്മൾ പറഞ്ഞു 50-ലധികം പിന്നെ ഇതിന്റെ അകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്തു, 7 എണ്ണമായിട്ട് ചുരുക്കി. ഓക്കെ, ഈ ചുരുക്കിയപ്പോ നിങ്ങൾ എന്നാലോചിച്ചു, ഇപ്പൊ നിങ്ങളിപ്പോ പിന്നെ കൊണ്ടോട്ടിയിലാണ്, എനിക്കറിയില്ല ടീച്ചറുടെ വീട് എവിടെ, കൊണ്ടോട്ടിയാണ് സങ്കല്പിക്കുക, അല്ലെങ്കിൽ വേറെ ആൾ കാസർഗോഡ്, വേറെ ആൾ കൊല്ലം, പല സ്ഥലത്ത് ഇതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഉസ്താക്കന്മാര് ചിലപ്പോൾ ചില പ്രിയപ്പെട്ടവരുണ്ടാവും, അവരുടെ ഓർമ്മകൾ, അവരുടെ ഈണം. ഇപ്പൊ ഞാനൊക്കെ സുറിയാനി ഒരു പള്ളിയിൽ, അപ്പൊ എനിക്ക് ഞങ്ങളുടെ അവിടെ ഒരു ജോണച്ചൻ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ചെല്ലുന്ന ഒരു ചൊല്ലുത്തൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ അങ്ങനെ ഈ ഓരോ മനസ്സിലായില്ല. അപ്പൊ അതായത് ഈ സുറിയാനിയുടെ ഈണത്തിൽ ആണ് ഇത് പാടുന്നത്. പാടിക്കൊണ്ടിരിക്കുമ്പോ ഇത് പറയാണ്, ഒരു ദിവസം വന്നിട്ട് ഒരു ഉസ്താവ്, ഒരു ഭരണാധികാരി ഇബിൻ മുജാഹിദ് പറയാണ്, അത് പറ്റില്ല, ഇനി 7 എണ്ണം ഞാൻ പറയും, അത് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ പ്രശ്നം ഉണ്ടാവില്ലേ? 100% പ്രശ്നം ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം ഇസ്ലാമിനെ അടിച്ചമർത്തുകയാണ്. അതായത് ഈ 7 സിസ്റ്റം എന്നുള്ള കാര്യം, ഈ 7 റീഡിങ്സ് എന്നുള്ള കാര്യം വളരെ സ്പെസിഫിക് ആയിട്ട് അവര് അത് എൻഫോഴ്സ് ചെയ്തു. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങളിൽ ഡേറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇതൊരു ഹിസ്റ്റോറിക്കൽ ചർച്ചയാണ്. ഇതല്ലാതെ വിമർശനം, ഒരു മതനിന്ദ ഒന്നും അല്ല. ഇതൊരു ഹിസ്റ്റോറിക്കൽ ചർച്ചയാണ്. ഡേറ്റുകളിലോ വ്യക്തികളിലോ പേരുകളിലോ എണ്ണങ്ങളിലോ വ്യത്യാസം ഉണ്ടെങ്കിൽ ഐ സ്റ്റാൻഡ് കറക്റ്റ്. മനസ്സിലായോ? അപ്പൊ ഇബിൻ അൽ ജാസ്രി എന്ന് പറഞ്ഞ ആള് പറഞ്ഞു ഇത് പ്രശ്നമാണ്, ഈ 7 എന്നുള്ളത് 10 ആക്കി കൂട്ടി. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 7 ആറൂഫ് അലി ഹറഫും കിറാത്തുകൾ പലതും അല്ലേ? അപ്പൊ ഈ നമ്പർ ചെയ്യാനാണ് വാസ്തവത്തിൽ, ഇതൊരു സാധാ വിശ്വാസികളുടെ ഇടയിൽ കണ്ണി പൊടിയിടാനാണ് മുജാഹിദ് ഇത് 7 ആയിട്ട് പ്രിസൈസ് ആക്കിയത്. മനസ്സിലാവും? അപ്പൊ അതായത് തോക്കും പ്രവാചകൻ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത് 7 ആറൂഫിലാണ്, 7 ഹറഫിലാണ് ഖുറാൻ അവതരിപ്പിച്ചെന്നുള്ളതിന്റെ ആൾക്കാരുടെ കണ്ണി പൊടിയിടാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ഈ 7 പിന്നെ എന്താണ് ചൊല്ലുത്തൽ അല്ലെങ്കിൽ ചൊല്ലൽ എന്ന് പറയും, കിറാത്തുകൾ കൊണ്ടുവന്നു. അപ്പൊ അൽജാസിർ നോക്കിയപ്പോൾ പ്രശ്നങ്ങളാണ്. പുള്ളി അത് 7 എന്നുള്ളത് 10 ആക്കി കൂട്ടി. ഈ 10 ആക്കി കൂട്ടിയ സമയത്ത്, അതായത് ഇത് 15-16 നൂറ്റാണ്ടുകളാന്ന് ഓർക്കണം. മനസ്സിലായോ? അപ്പോ നിങ്ങൾ പറയണത് എന്താണ്, 7-ാം നൂറ്റാണ്ടില് ഖുറാൻ പൂർത്തീകരിച്ചു എന്ന് പറയുന്ന ഈ സാധനം പ്രവാചകൻ മുഹമ്മദിന്റെ കാലത്ത് ഫാത്തിമയുടെ മടിയിൽ കിടന്നുകൊണ്ട് ഖുറാന് ഈ പറഞ്ഞ ജിബ്രീൽ 2 പ്രാവശ്യം 2 ചൊല്ലിക്കൊടുത്തു എന്ന് പറഞ്ഞ ഖുറാന് നമ്മൾ വരുമ്പോ 15-ാം നൂറ്റാണ്ടിൽ വരെ എന്താ തീരുമാനിക്കപ്പെട്ടിട്ടില്ല. മനസ്സിലായി? ഇതാണ് ക്ലെയിമിന്റെ പ്രശ്നം. പക്ഷെ ഈ കാര്യങ്ങൾ ഇന്നത്തെ ഒരു ആവറേജ് മുസ്ലിമിന് അറിയാമെന്ന് വെച്ചാൽ നീ അവിടെ കൊണ്ട് തീർന്നു. ഈ കാലത്ത് 30-ലധികം ചൊല്ലുത്തും വന്നു. പിന്നീട് 30-ലധികം. അതിൻ്റെ അകത്ത് ഒന്ന് മാത്രമാണ് ഈ ഹബ്സ് എന്ന് പറയുന്നത്. ഹബ്സൻ നബി അല്ലെ? ഹബ്സൻ അല്ല, പേര് ഞാൻ പറഞ്ഞത് അസിം അല്ലെ? നിങ്ങൾ ഇപ്പോഴത്തെ ഖുർആൻ നമ്മൾ ഹബ്സൻ അസിം എന്നാണല്ലോ പറയുന്നത് അല്ലെ, ആ പേര്. അപ്പൊ ഈ ഹബ്സൻ അസിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30-ലൊന്ന്. ഇപ്പൊ നമുക്കറിയാലോ, മക്കത്ത് 360-ലധികം ദേവന്മാരുണ്ട്. അതിൻ്റെ അകത്ത് പ്രധാന ദേവനായിരുന്നു അള്ളാഹ് എന്ന് പറയുന്നത്. അത് എനിക്ക് പ്രശ്നമൊന്നുമില്ല, അതൊക്കെ സത്യദൈവമായിരിക്കും അദ്ദേഹം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, അത് അവരുടെ ക്ലെയിം ആണെങ്കിൽ അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് ഒരെണ്ണവും എടുത്തിട്ട് ഇതാണ് നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ ഈ ഹഫ്സ് എന്ന് പറയുന്ന ആളുടെ, ഇതിപ്പോ ഞാൻ ടീച്ചറെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ഈ വിഷയം ടീച്ചർ എന്നെ പഠിപ്പിക്കാൻ. ഈ ഹഫ്സ് എന്ന് പറഞ്ഞ ആളുടെ സനദോ, ഹഫ്സ് എന്ന് പറഞ്ഞ ആളുടെ പാരമ്പര്യമോ, ഹഫ്സ് എന്ന് പറഞ്ഞ ആളുടെ എഴുത്തോ ഹദീസിൽ പരിഗണിക്കുകയില്ല. അയാള് ചതിയനാണ്, നുണയനാണ്, കള്ളനാണെന്നൊക്കെയാണ് ഇവരുടെ പണ്ഡിതന്മാര് ആദിമ നൂറ്റാണ്ടിൽ പറഞ്ഞത്. പക്ഷേ ഈ ടർക്കികളുടെ ഒരു ഇടപാട് വെച്ചിട്ട്, ടർക്കികളുമായിട്ടുള്ള പൊളിറ്റിക്കൽ ബന്ധം വെച്ചിട്ട് മാത്രമാണ് ഹഫ്സ് 30 തരം ഖുറാൻ ചൊല്ലലുകാരിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുത്ത് കേവലം പൊളിറ്റിക്സ് ആണ്. ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നു? അതായത് പ്രവാചകൻ പറഞ്ഞ ഈ ഖുറാൻ ഒരു സ്ഥലത്ത് കിടക്കുന്നു, പ്രവാചകൻ ഇന്ന് നമ്മൾ ചൊല്ലുന്ന ഖുറാൻ വേറൊരു കാര്യം കിടക്കുന്നു. ടീച്ചർക്ക് ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കൂട്ടാനുണ്ട്. ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ പിന്നെ ഫ്ലോ നഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാത്തതാ. ഇപ്പോ ഇന്നത്തെ നമ്മുടെ കയ്യിലുള്ള ഖുർആൻ ഹഫ്സ് എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഇത് ശരിയാണോ അതൊന്നും കൂടി ഒന്ന് നോക്കണം. അതായത് ഈ ഹഫ്സ് എന്നത് അസീം എന്നും കൂടി പറഞ്ഞല്ലോ നിങ്ങൾ. അപ്പോ അതായത് അന്ന് ഖുർആൻ പ്രധാനമായിട്ടും ക്രോഡീകരിക്കപ്പെട്ട, റിപ്പോർട്ട് ചെയ്യപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് ഹഫ്സ് ബിൻ സുലൈമാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്.
ലോകത്ത് ഇന്ന് ലഭ്യമായിട്ടുള്ള ഖുർആന്റെ പതിപ്പുകളില് ഏതാണ്ട് 90% ഹഫ്സ് അൻ അസിം എന്നാണ് അതിന്റെ പാരായണ രീതിക്ക് പറയുന്ന പേര്. അപ്പൊ ഇതിലെ ഹഫ്സ് എന്ന് തെറ്റായിട്ട് പല ആളുകളും പറയാറുണ്ട്. ഒരുപാട് തരത്തിലുള്ള ഖുർആൻ ഉണ്ട്, ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഇതാണെന്ന് പറയാം. അപ്പൊ ഇത് സാധാരണ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പാരായണ ശൈലി മാത്രമേ മാറിയിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ ഹർഫ് എന്ന് പറഞ്ഞല്ലോ, എന്ന് പറഞ്ഞാൽ വാക്കുകൾ എന്നാണ് അർത്ഥം. അതായത് അതേപോലെയുള്ള സാമാന്യമായിട്ടുള്ള നമ്മൾ പര്യായ പദം എന്നൊക്കെ പറയില്ലേ, അതായത് ഒരേ ഗാനം തന്നെ പല ഗായകര് പാടുമ്പോൾ ഒരു പക്ഷേ ശൈലിയിൽ വ്യത്യാസം ഉണ്ടാകാം, ഒരു പക്ഷേ ഗാനത്തിന്റെ വരികളില്, ഈണത്തില്, താളം, രാഗം, ലയം, ശ്രുതി, ഇതുപോലെയാണ് ഹഫ്സ്, വർഷ്, ഖാലൂൻ ഇങ്ങനെ തുടങ്ങിയ ചില വ്യത്യസ്തമായിട്ടുള്ള ഖുർആനുകൾ ഉണ്ട്. പക്ഷെ ഞാൻ അതിനകത്ത് റിസർച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഒരേ രൂപത്തിലുള്ള പാരായണം മാത്രമല്ല വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. ചില മുദക്കർ പദങ്ങള് മുഅന്നസായിട്ടുണ്ട്, ജംഅ് പദങ്ങള് അങ്ങനെ, അതായത് സ്ത്രീലിംഗം പുല്ലിംഗമായിട്ടുണ്ട്, ഏകവചനം ബഹുവചനമായിട്ടുണ്ട്, അങ്ങനെ പല രൂപത്തിലും ഖുർആനുകള് മാറിയും തിരിഞ്ഞും വന്നിട്ടുണ്ട് എന്ന് എനിക്കറിയാം കേട്ടോ, ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ ഇതിന് ഇസ്നദ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുസ്നദ്, ഇസ്നദ് എന്നൊക്കെ പറയില്ലേ, അതായത് ഇതിന്റെ പരമ്പര വ്യക്തതയുള്ളതായിരിക്കണമെന്ന്. അപ്പോ ചരിത്രപരമായിട്ട് ഉസ്മാനിയ ഭരണകൂടത്തിന്റെ കീഴിലും പിന്നീട് വന്ന ഈജിപ്റ്റ് പോലെയുള്ള പ്രബലമായിട്ടുള്ള ഇസ്ലാമിക കേന്ദ്രങ്ങളിലും അച്ചടി വിദ്യ പണ്ടുണ്ടായിരുന്നില്ല. പിന്നീട് അത് കുറച്ചുകൂടി ഡെവലപ്പായി വന്നപ്പോൾ ഹഫ്സ് എന്ന് പറയുന്ന ശൈലിയാണ് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് എന്ന് അവർ തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് ഇതിന്റെ പാരായണ ശൈലിയായിട്ട് മാറുന്നത്. അപ്പോ ഇന്നത്തെ ഖുർആൻ നമ്മൾ പറയുന്നു 90% ഹഫ്സൻ അസീം എന്ന് പറയുന്ന ഒരു രീതിയാണ്, ആ ശൈലിയാണ് സ്വീകരിച്ചത് എന്ന് പറയുമ്പോൾ ഇത് അള്ളാഹുവിന്റെ വചനമാണ് എന്ന് അവർ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ ആധികാരികത പരിശോധിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രന്ഥം ആ കാലഘട്ടത്തിൽ തന്നെ ഈജിപ്തിലെ പ്രസ്സിൽ അച്ചടിക്കാൻ തന്നെ കാരണം. അതുപോലെ നമ്മൾ ചില ഫോണ്ടുകൾ ഉണ്ട്, ഇപ്പൊ മലയാളത്തിലാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഫോണ്ടുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ അന്നത്തെ കാലത്ത് ടൈംസ് ന്യൂ റോമൻ നമുക്കറിയാം, അതുപോലെ ഏരിയൽ, ചില വാക്കുകൾ ഒന്നു തന്നെ ആയിരിക്കും, അതിന്റെ ചില ഫോണ്ടുകൾ മാത്രം മാറുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്നത്തെ ഖുർആനിന്റെ ശൈലി പാരായണം ചെയ്യപ്പെടുന്ന രീതിക്കു മാത്രമേ വ്യത്യാസമുള്ളൂ എന്നൊരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ അതല്ല, പാരായണം മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പദങ്ങള്, ഞാൻ തന്നെ ഏതാണ്ട് ഒരു 103ഓളം പദങ്ങൾ ഈ ഖുർആനിനെ സംബന്ധിച്ചിട്ട് ഒരെണ്ണത്തിനകത്ത് വന്നത് അടുത്തതിനകത്ത് വന്നിട്ട് 7 എന്റെ കയ്യിലുണ്ട്. അപ്പൊ 7 കോപ്പികൾ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞ മറ്റൊരു വാദം ഉസ്മാൻ കത്തിച്ചതും അബൂബക്കർ കത്തിച്ചതുമായിട്ട് അതിനൊരു ഏകീകരണം ഉണ്ടാകാനാണ് എന്ന് അവർക്ക് വാദിക്കാമല്ലോ സ്വാഭാവികമായിട്ടും. അതായത് 7 ഹർഫുകളില് 7 പദപ്രയോഗങ്ങൾ വ്യത്യസ്തമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ആശയം ഒന്ന് തന്നെയാണ് എന്നാണ് അവർ പറയുന്നത്. ഖുർആനിന്റെ പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ട് തന്നെ അതിന് വാക്കിന് മാറ്റമുണ്ട്, പക്ഷെ അത് ഒരേ പദം തന്നെയാണ് പല ഖുർആനുകളിലും വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അത് വ്യത്യസ്തമാകുന്നില്ല, അത് വൈരുദ്ധ്യമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോ അതുപോലെ ഹർഫ് എന്ന് പറഞ്ഞാൽ അക്ഷരം, അതിന്റെ വശം, രീതി എന്നൊക്കെ അറബിയിൽ ഇതിനർത്ഥം വരുന്നുണ്ട്. അപ്പൊ ഖുർആൻ അവതരിച്ച ആ കാലഘട്ടത്തില് അറബികൾക്കിടയിൽ പല ഗോത്രവർഗ ഭാഷാ ശൈലികളിൽ നിന്ന്, തിരുവനന്തപുരം ഭാഷയല്ല കാസർഗോഡ്, ആ ഭാഷയല്ല മലപ്പുറം, അതുപോലെ ഖുർആൻ അനായാസമായി കൈകാര്യം ചെയ്യേണ്ടതിനു വേണ്ടി മാത്രം കയ്യിലുള്ളതെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചിട്ട് ഒരു ഏകീകരണ സ്വഭാവം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഉസ്മാനും അബൂബക്കറും ഉമറും ഒക്കെ കയ്യിലുള്ളതൊക്കെ കത്തിച്ചിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരെണ്ണം മാത്രം നിലനിർത്തിയത് എന്നാണ് പണ്ഡിതന്മാര് പൊതുവെ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാറുള്ളത്. ഇനി ഇപ്പൊ നമ്മളെ ജസ്റ്റ് വിഷയത്തിൽ നിന്ന് ഞാൻ ഇന്ന് പുറകോട്ട് പോവാണ്. ഇതിനൊരു ഖുർആൻ സമാഹരണ സമിതി അല്ലെങ്കിൽ കമ്പൈലേഷൻ കമ്മിറ്റി എന്ന് പറയും. ഇപ്പൊ ടീച്ചറിനെ അറിയാം, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷെ ഇതിന്റെ ഡീറ്റെയിലോട്ട് നമ്മൾ പോകുന്നില്ല എന്നുള്ള. ഈ ഖുർആൻ കമ്പൈലേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞ വാസ്തവത്തില് ഈ ഞാനും അപ്പനും സുഭദ്രയും എന്ന് പറഞ്ഞ ലൈനാണ്. കേട്ടല്ലോ, നമ്മുടെ എന്താണ് ഒരു സിനിമ ഉണ്ടല്ലോ, 6-ാം നമ്പറാണല്ലോ മറ്റു പറയുന്നില്ലേ, ആ ട്രസ്റ്റിൽ ഞങ്ങൾ 3 പേരാണുള്ളത്, ഞാനും അപ്പനും സുഭദ്രയും എന്ന് പറഞ്ഞ മാതിരി ഈ 3 പേരാണ് ഈ ഖുർആൻ കമ്പൈലേഷൻ സമിതിയിൽ ഉള്ളത്. ഇത് ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉസ്മാന്റെ അടിത്തൂൺ പറ്റുകാരാണ്. ഉസ്മാൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലിഫയുടെ അടിത്തൂൺ പറ്റുകാരാണ്. ഞാനത് ഒരു വിമർശനമായിട്ട് പറയണ്ടേ, നിങ്ങൾക്ക് അംഗീകരിക്കരുത്. നമ്മളൊരു ചരിത്ര വിമർശനം നടത്തുമ്പോൾ ഇതൊരു ആ രീതിയിൽ എടുക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പൊ സയ്യിദ് ബിൻ താബിത്ത് നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം വേണമെങ്കിൽ നമുക്ക് പറയാം മെറിറ്റ് ഉണ്ട്, പക്ഷേ അദ്ദേഹത്താൽ മെറിറ്റ് ഉള്ള 2 പേര് അവിടെ ഇരിക്കുന്നുണ്ട് അല്ലെ. ഇബിൻ മസൂദ് ഉണ്ട്,
ഇബിൻ കാബ് ഉണ്ട്. ഈ രണ്ടുപേര് പ്രവാചകന്റെ കൂടെ നടന്ന് 4 പേരിൽ നിങ്ങൾ ഖുറാൻ പഠിക്കണം കേൾക്കണം എന്ന് പറഞ്ഞ് പ്രവാചകൻ പറഞ്ഞ സഹിയ ഹദീസുള്ള 2 പേര് ഇബിൻ കാബും ഇബിൻ മസൂദുമാണ് അല്ലെ. അവരുടെ കയ്യിൽ കൃത്യമായിട്ട് മുസാഫ് ഉണ്ട്. ഈ കമ്പൈലേഷൻ കമ്മിറ്റി വെച്ചുമ്പോ ഈ 2 പ്രമുഖരെ ഉസ്മാൻ ഒഴിവാക്കി. ഇനി കൊണ്ടുവന്ന ആൾക്കാരുടെ പേര് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പൊ സയ്യിദ് ബിൻ അലാസ്, ഇയാളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നറിയാമോ? ടീച്ചർക്ക് അറിയാം, അത് ഉസ്മാന്റെ മരുമകനാണ്. അബ്ദുള്ള ഇബിൻ അൽ സുബൈർ, ഇത് ഖുറൈശാണ്, മരുമകനാണ്. പിന്നെ അബ്ദുൽ റഹ്മാൻ ഇബിൻ അൽ ഹരിത് ഇബിൻ ഹിഷാം, സെയിം ക്വാളിഫിക്കേഷൻ ആണ്, ഉസ്മാന്റെ മരുമകനാണ്. അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ എവിഡൻസസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇവര് വെളുപ്പിക്കാൻ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ഒരാള് മരുമകൻ അല്ല എന്നൊരു പറയാറുണ്ട്. പക്ഷെ എന്നാൽ പോലും ഏറ്റവും ക്ലോസ് ഫാമിലിപ്പെട്ട ഒരാളാണ്, മനസ്സിലായി? ഏറ്റവും ക്ലോസ് ഫാമിലി, ഉസ്മാന്റെ ഏറ്റവും ക്ലോസ് നീറ്റ് ഫാമിലിയിലുള്ള നിയോപോട്ടിസം എന്ന് പറയും, നെപ്പോട്ടിസം. അപ്പൊ ഈ നെപ്പോട്ടിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബക്കാരായ ആൾക്കാരെ ഇതിനകത്തോട്ട് കയറ്റുക എന്നുള്ളത്. അപ്പോ ഈ ഖുറാൻ കമ്പൈലേഷൻ കമ്മിറ്റിയിൽ യഥാർത്ഥത്തിൽ ഇയാള് പറയുന്നുണ്ട്, ആരാണ് നമ്മുടെ ഇബിൻ മസൂദ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഖുറാൻ 70 സൂറകൾ പ്രവാചകനിൽ നിന്ന് നേരിട്ട് കേട്ട് മനഃപ്പാടമാക്കിയ എന്നെ അവൻ തഴഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ നിങ്ങൾ ഒരു കമ്പൈലേഷൻ ഒരു എഡിറ്റോറിയൽ ബോർഡ് ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം പറഞ്ഞ ഏറ്റവും രസകരമായ കാര്യം, നമ്മുടെ മമ്മൂട്ടി ബിഗ് ബിയിൽ പറയുന്ന കൂട്ടി ഞാൻ കൊച്ചിയിലിടാക്കുമ്പോ നീ പണ്ട് അജന്തയിൽ ആദിഭാവം കാണുമായിരുന്നു പറയുന്ന അങ്ങനെ എന്തോ ഒരു ഡയലോഗ് ഉണ്ടല്ലോ. ഇന്ന് പറഞ്ഞ മാതിരിയുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഇബിൻ മസൂദിനെയും ഇബിൻ കാബിനെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ചെറുപ്പക്കാരായിട്ട് പ്രവാചകൻ മരിക്കുമ്പോൾ തന്നെ ഇവര് പിള്ളേരാണ്. ഈ മസൂദ് പറയുന്നത് ഏറ്റവും രസകരമായ, ടീച്ചർ വായിച്ചിട്ടുണ്ടാകുന്ന എനിക്കറിയാം. മസൂദ് പറയുന്നുണ്ട്, ഞാന് പ്രവാചകനിൽ നിന്ന് ഡയറക്റ്റ് കേട്ട് കഴിയുമ്പോൾ ഈ പറഞ്ഞ സയ്യിദ് ബിൻ സാബിത്ത് എന്ന് പറഞ്ഞ അവൻ പിന്നെ എന്താണ് പാവകളുമായിട്ടോ എന്തോ മറ്റേ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞ ബാക്കിയുള്ള പിള്ളേരെ പറ്റി പറഞ്ഞിരിക്കുന്നത്, അന്ന് സയ്യിദ് ബിൻ ഉസ്മാൻ ഇത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പ്രായമുണ്ട്. ബാക്കിയുള്ള 3 പേരെ പേര് അല്ലാസിനെ പറ്റിയും അൽ സുബൈറിനെ പറ്റിയും ഇബിൻ ഹഷാമിനെ പറ്റിയും പറഞ്ഞിരിക്കുന്നത് ഇവരൊന്നും ഇവരുടെ പേഗൻ അപ്പന്മാരുടെ നമ്മളെ കടിപ്രദേശത്തിരിക്കുക, അതായത് ജനിച്ചിട്ടില്ല. നമ്മൾ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ പറയും, ഞാനൊക്കെ വരമ്പേക്കട് ഓടുമ്പോ നീ ഞരമ്പേക്കട് ഓടുകയെന്ന് കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ ഞരമ്പേക്കട് പോലും ഓടാൻ പറ്റാത്ത കാലത്തിരുന്ന ആൾക്കാരെ വെച്ചുകൊണ്ടാണ് ഈ ഖുറാൻ കമ്പൈലേഷൻ കമ്മിറ്റി, അതായത് ഖുറാൻ തെരഞ്ഞെടുത്തത് ഈ രീതിയിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇങ്ങനെ ഒരു കമ്പൈലേഷനോട് നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? അതായത് നിങ്ങളുടെ അടുത്തൂൺ പറ്റുകാരായ കുറച്ച് ആൾക്കാരെ പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇതിന്റെ റെഫറൻസ് സൈ ബുഖാരി 4987 നിങ്ങൾക്ക് ഇതേ കാര്യം കാണാൻ പറ്റും. അതായത് പിന്നെ ഉസ്മാന്റെ മരുമക്കളും ഖുറേഷികളും മാത്രമാണ് ഇവർക്ക് ആകാനുള്ള പിന്നെ യോഗ്യത. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കണം. ഇത് നിങ്ങൾക്ക് അതിന്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ വായിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താരിഖ് അൽ തബരി അല്ലെങ്കിൽ അൻസാബ് അഷറഫ്, കിതാബുൽ മുസാഹിബ് മുതലായ ഗ്രന്ഥങ്ങൾ, അതുപോലെ കുറച്ചധികം ഗ്രന്ഥങ്ങളുണ്ട്. നിങ്ങൾക്ക് ഏകദേശം 5ഓളം ഗ്രന്ഥങ്ങൾ ഇതിന്റെ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇത് പറയുമ്പോൾ ഗ്രന്ഥങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇത് ഏറ്റവും രസകരമായിട്ടുള്ളത്, ഈ പല ഗ്രന്ഥങ്ങളും ആദ്യത്തെ 1-2 വോളിയം ഇംഗ്ലീഷോട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ ചെയ്തു. ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ വന്ന പ്രശ്നങ്ങളെ ചൊന്ന് പല ഗ്രന്ഥങ്ങളും ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് നിർത്തിവെച്ചേക്കാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളൊരു ഗുണം, ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നവർക്കുള്ള ഗുണം, ഈ സാധനം ഇപ്പോ നമ്മൾ സ്കാൻ ചെയ്തിട്ട് ജസ്റ്റ് ഈ നമ്മുടെ ടൂൾസിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായ ട്രാൻസ്ലേഷൻ കിട്ടും. മനസ്സിലായി? ഇതുവരെ ഇസ്ലാം ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്നത് ഈ അറബി എന്ന് പറഞ്ഞ ഇരുമ്പ് ചട്ടയുടെ മറയിലാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഈ സാധനം എടുത്ത് ഇത് ജസ്റ്റ് എന്താണ് പറഞ്ഞത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഒരു പണ്ഡിതന്റെ സഹായമില്ലാതെ ഒരുമാതിരിയൊക്കെ നമുക്കിത് കിട്ടും. അപ്പോൾ ഇന്ന് എന്താണ് ഈ കമ്പൈലേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അന്വേഷിക്കണമെങ്കിൽ ഇവരുടെ ആരുടെയും സഹായം വേണ്ട. ടീച്ചറിന് മനസ്സിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല 114 116 സൂറകളാണ് ആർക്കുള്ളത്, 111 സൂറകളാണ് ഇബിൻ മസൂദിന്റെ. അത് ടീച്ചർക്ക് ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന. ഇബിൻ കാബിന്റെ എത്രയുണ്ട്? 116. ഇവര് പറയുന്ന ഈ മുത്തവാത്തിർ എന്ന് പറഞ്ഞ ക്ലെയിം ഉണ്ടല്ലോ, അതായത് പോപ്പുലർ ആയിട്ട് പല രീതിയിലുള്ള ചെയിൻ ഉണ്ടെന്ന് പറഞ്ഞ ഈ സാധനം തന്നെ ഏറ്റവും വലിയ ഭൂലോക തട്ടിപ്പാണ്. കാരണം അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പൊ വർഷ ഖുറാൻ, ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞാണ് 2 ഖുറാനാണ് നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള ഒരു 5-6% പേര് വർഷ ഖുറാനും, മറ്റത് 90-93% പേര് ഹഫ്സുമാണ് ചെയ്യുന്നത്. ഈ വർഷ ഖുറാന്റെ ഏറ്റവും ടോപ്പില് പ്രവാചകൻ കഴിഞ്ഞാൽ കിടക്കുന്ന 2 പേര്, ഒരാള്
ഇബിൻ കാബും വേറൊരാള് ഉമർ ബിൻ ഖത്താബുമാണ്. ഉമർ ബിൻ ഖത്താബ് ചൊല്ലിക്കൊണ്ടിരുന്ന ഖുറാനില് റജമിന്റെ ആയത്തുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞാണ്, അല്ല ഓർക്കുന്നുണ്ടോ? 1691 സഹീഹ് മുസ്ലിം അനുസരിച്ചിട്ട് ഞാനും പ്രവാചകനും അബൂബക്കർ എല്ലാം ഈ റജമിന്റെ ആയത്ത്, അതായത് മുതിർന്ന പുരുഷനും സ്ത്രീയും വ്യഭിചാരം ചെയ്താൽ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന ആയത്ത് ഖുറാനിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് താഴോട്ട് വരുമ്പോഴും ഈ ആയത്ത് വേണം. പക്ഷേ വർഷിന്റെ ഖുറാനില് ഈ ആയത്തില്ല. അപ്പോ ഇവര് പറയുന്ന ക്ലെയിം ഇത് പ്രിസർവ്ഡ് ആണെന്നുള്ളതിൽ ഏറ്റവും വലിയ നുണയാണ്. മൂന്ന് തരം തെളിവാണ് പറഞ്ഞു. ഒന്ന്, ഇബിൻ കാബിന്റെ അകത്ത് 116 സൂറകളുണ്ട്. ഞാൻ ചിലപ്പോൾ ഈ സൂറ ആയത്തെന്ന് പറഞ്ഞ് മാറിപ്പോകും. കഴിഞ്ഞ ദിവസം വലിയ പ്രശ്നമായി. ഈ സൂറകളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ അത് പറയുമ്പോൾ ആയത്തുകളിൽ നിന്ന് മാറിപ്പോകുന്ന ക്ഷമിക്കാം. സൂറകൾ 116 ഇബിൻ കാബിന്റെ ഉണ്ട്. ഇബിൻ മസൂദിന്റെ എത്രയുണ്ട്? 111 ഉള്ളൂ. ഇപ്പൊ ഇവര് കൊണ്ടുവരുന്ന വേറൊരു സാധനമാണ്, അയ്യോ അത് പ്രാർത്ഥനയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഖുറാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെൽ ഡിഫൈൻഡ് ആണ്. എന്താണ് ഖുറാൻ? ഖുറാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു മുഹമ്മദിന് വഹിയായിട്ട് കൊടുത്തതാണ്. അപ്പൊ നിങ്ങൾ തീർത്തു പറയണം, പ്രാർത്ഥനയാണോ അതോ ഖുറാനാണോ? ഇനി മറ്റത് പ്രാർത്ഥനയാണെന്ന് പറയാം, ഈ എടുത്തു കളഞ്ഞതോ, ഈ കൂട്ടിച്ചേർത്തോ? ഇവിടെ പറയണ ഖുറാൻ ആദ്യം മുതൽ എങ്ങനെയാണോ സഹാബിമാർ കിട്ടിയത് അങ്ങനെ തന്നെ. ഇത് മാത്രമല്ല കേട്ടോ, ഇത് നമ്മളിത് പറഞ്ഞു കഴിയുമ്പോഴേ വേറൊരു ചർച്ചയിലൂടെ ഇത് പോകാൻ സാധ്യതയുണ്ട്. അതായത് ഇവരുടെ ഇത്രയും ദിവസത്തെ ക്ലെയിം എന്തായിരുന്നു? ഇതെല്ലാം വളരെ നന്നായിട്ട് പ്രിസർവ് ചെയ്യപ്പെട്ടതാണ്, സൃഷ്ടിക്കപ്പെടാത്തതാണ്, ഇതെല്ലാമായിട്ട് ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളുണ്ട്. ഇത് പ്രിസർവ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, സാധാരണ പറയുന്ന നമുക്കറിയാം, ആട് തിന്ന ആയത്ത് കേട്ടിട്ടുണ്ടാവില്ല. രണ്ടെണ്ണം ആട് തിന്നു പോയി. എന്തൊക്കെയായിരുന്നു? മുതിർന്ന പുരുഷന്മാർക്ക് പിന്നെ മുല കൊടുക്കണമെന്നുള്ള നമ്മുടെ സാധാരണ ഇവിടുത്തെ അപ്പോളജിസ്റ്റുകളൊക്കെ കളിയാക്കി പറയും. ഞാനത് പറയുന്നില്ല, അതിനൊരു പേരും കൊടുത്തിട്ട് അവർ പറയുന്നുണ്ട്. അപ്പൊ ആ ആയത്ത് പിന്നെ കാണാതെ പോയി. ചില വചനങ്ങൾ നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇത് ഇബിൻ അബി ദാവൂദിന്റെ കിതാബുൽ മസാഹിബ് പേജ് നമ്പർ 23 ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ കിതാബുൽ മസാഹിബ് പേജ് നമ്പർ 23 ഇട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ചാറ്റ് എഞ്ചിനിൽ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിങ്ങനെയാണ് കാണുന്നത്. ഇതിങ്ങനെയാണ്, ഞാനത് വായിക്കാം. ചില ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട പല ഭാഗങ്ങളും യമാമ യുദ്ധത്തിന്റെ ദിവസം മരിച്ചവർക്ക് അറിയാമായിരുന്നു. പക്ഷെ അവരോടൊപ്പം അതായത് മരിച്ചവരോടൊപ്പം അത് നഷ്ടപ്പെട്ടു. ഇത് ഞാൻ പറഞ്ഞല്ല, ഇപ്പൊ ഈ പറയുന്നുണ്ടല്ലോ, ഈ സ്റ്റാൻഡേർഡ് ഇസ്ലാമിക് ക്ലെയിം അനുസരിച്ച് ഒരു ഖുർആൻ വാക്കുകൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ കണ്ടുപിടിച്ചല്ല. ഇതിനുശേഷം ക്രിസ്ത്യാനികൾ രംഗം ബൈബിൾ നഷ്ടപ്പെട്ടു, ബൈബിൾ തിരുത്തപ്പെട്ടു എന്ന് പറയുന്ന ഇവരുടെ സ്വന്തം ചരിത്രം. നമുക്ക് രണ്ട് തരം ക്രിറ്റിസിസം ഉണ്ട് ടീച്ചർ. ഒന്ന് ഇന്റേണൽ ക്രിറ്റിസിസം ആൻഡ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം. ഇന്റേണൽ ക്രിറ്റിസിസം അനുസരിച്ചിട്ടായാലും എക്സ്റ്റേണൽ ക്രിറ്റിസിസം അനുസരിച്ചിട്ടായാലും പ്രവാചകന് കിട്ടിയ ഖുർആൻ അല്ല എന്നുള്ളത് നമുക്ക് തെളിയിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇബിൻ അബൂ ദാവൂദിന്റെ വാക്കനുസരിച്ചിട്ട് മരിച്ചവരോടൊപ്പം നഷ്ടപ്പെട്ടു എന്നാണ് ഇവിടെ ഖുർആൻ എഴുതിയിരിക്കുന്നത്. ചില വചനങ്ങൾ അപ്രത്യക്ഷമായി. ഇതായത് സുയൂത്തിയുടെ അൽ ഇത്ഖാൻ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇത് എനിക്ക് 100% കേട്ടിട്ടുണ്ട്. അൽ ഇത്ഖാൻ ഫി ഉലൂം അൽ ഖുർആൻ പേജ് നമ്പർ 524 പറയുന്നത് എന്താണ് പറയുന്നത്? നിങ്ങളിൽ ആരും പറയരുത് ഞാൻ ഖുർആൻ മുഴുവനും സമ്പാദിച്ചു. അതെല്ലാം എന്താണ് എന്ന് അവൻ എങ്ങനെ അറിയാം? ഖുർആനിന്റെ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ മറിച്ചവൻ പറയട്ടെ, എനിക്ക് ശേഷിയിരിക്കുന്ന ഭാഗം ഞാൻ സമ്പാദിച്ചു. ഇത് പക്ഷേ ഈ പണ്ഡിതന്മാർക്ക്, നമ്മുടെ എം എം അക്ബർ പറയുന്നൊരു കാര്യമുണ്ട്, ഇത് ഞങ്ങൾക്കൊക്കെ അറിയാം. കേട്ടായിരുന്നു കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ചർച്ചയിൽ. ഈ വിഷയങ്ങളൊക്കെ ഇവരെന്തോ പുതിയ കാര്യമാണ് പറയുന്നത് എന്നുള്ള മട്ടിലാണ് കൊണ്ടുപോകും. ഇതൊക്കെ പണ്ഡിതന്മാർക്കറിയാം. സുഹൃത്തെ, പണ്ഡിതന്മാർക്കറിയാം. പണ്ഡിതന്മാർക്കറിയാം. കാരണം ഈ പുസ്തകത്തിൽ ഇതെല്ലാം വളരെ വൃത്തിയായിട്ട് ബൈബിള് തിരുത്തപ്പെട്ടു എന്ന് 100 നാവിൽ പറയുന്ന ഇവർക്ക് ഇത് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ ഇവരുടെ പണ്ഡിതന്മാർക്കറിയാം, ഇവരുടെ സ്വന്തം ഗ്രന്ഥങ്ങളിൽ ഇത് തിരുത്തി. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇപ്പൊ നഷ്ടപ്പെട്ടു ഒരു ആയത്തിനെ പറ്റി ഇപ്പൊ സഹീഹ് മുസ്ലിം വാല്യം 2 ഹദീസ് നമ്പർ 2286. ആദമിന്റെ മകൻ, അതായത് മനുഷ്യന് സമ്പത്ത് നിറഞ്ഞ 2 താഴ്വരകൾ ലഭിച്ചാലും അവൻ 3ാമത് താഴ്വരയും ആഗ്രഹിക്കും. ആദമന്റെ മകന്റെ വയറിനൊന്നും നിറക്കിയില്ല. ഇത് പണ്ടുണ്ടായിരുന്നതാണ്, മറന്നുപോയതാണ്. ഫൊർഗോട്ടൻ സൂറാസ് എന്ന് പറയും. മനസ്സിലായോ? ചിലത് റദ്ദ് ചെയ്യപ്പെട്ടു, അത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ നസ്ക് ചെയ്തെന്ന് പറയും. ഇപ്പൊ അല്ലാഹു പിന്നെ പ്രവാചകൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഖുർആൻ വചനങ്ങളെ ഹദീസുകളെ വെച്ച് തിരുത്തുന്നവരാണ് സുന്നികൾ എന്നാണ് ഷിയാക്കൾ പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് കൃത്യമായിട്ട് പിന്നെ ഈ നിക്കാ മുത്ത അനുവദിക്കാതെ ഇരിക്കാനുള്ള കാരണം എന്താണ്? പ്രവാചകന്റെ മരണശേഷം ഉമറാണത്, അല്ലെ? നമുക്കറിയാലോ, ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ല. ഇതൊക്കെ മുസ്ലാമിക സുഹൃത്തുക്കൾക്ക് അറിയാവുന്നതാണ്. അപ്പോ സത്യത്തിൽ ഖുറാനാണോ ഇമ്പോർട്ടൻസ് അതോ ഹദീസുകൾക്കാണോ? ഇസ്ലാമിക നിയമം അനുസരിച്ച്
സുന്നി ഫിലോസഫി അനുസരിച്ചിട്ട്, സുന്നികളുടെ രീതി ഫിഖ് അനുസരിച്ചിട്ട് ഖുറാനിക വചനങ്ങളെ തിരുത്താനും അവയെ നസ്ക് ചെയ്യാനുള്ള അവകാശം എന്റെ കാഴ്ചപ്പാടിൽ, ഞാൻ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചിട്ട് ഹദീസുകളാണ് പവർഫുൾ. പ്രവാചകനേക്കാളും ഖുറാനിക വചനങ്ങളെക്കാളും പവർഫുൾ ഹദീസുകളും. ഇനി ഹദീസുകൾ തരികയാണെന്ന് ചോദിക്കുന്ന ആരാണ്? പണ്ഡിതന്മാരാണ്. അപ്പൊ അള്ളാഹുവിനേക്കാളും പവർഫുൾ വാസ്തവത്തില് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് എന്റെ കാഴ്ചപ്പാടില് പണ്ഡിതന്മാരാണ്. ഇനി ചില വചനങ്ങൾ നഷ്ടപ്പെട്ടു, അല്ലെ? ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. എന്താണ് ആ റെജമെന്റ് ആയത്? ഇത് നമ്മൾ കാണുന്നത് സഹി ബുക്കാരിയുടെ വചനങ്ങളിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. വോളിയം 8 817. നിങ്ങൾക്ക് ഇതേ കാര്യം തന്നെ ഇത് ഇങ്ങനെയാണ് പറയുന്നത്. ഞാനൊന്ന് വായിച്ചേക്കാം. അള്ളാഹു മുഹമ്മദ് നബിയെ സത്യത്തോടൊപ്പം അയച്ചു, അദ്ദേഹത്തിന് വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിച്ചു. അള്ളാഹു അവതരിപ്പിച്ചതിനിടയിൽ രജം, അതായത് വിവാഹിതരായ പുരുഷനും സ്ത്രീയും വ്യഭിചാരം ചെയ്യൽ, കല്ലെറിയൽ, അതിന്റെ ബ്രാക്കറ്റിലാട്ടോ, വചനം ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചു ഞങ്ങൾ ആ വചനം പാരായണം ചെയ്തു, മനസ്സിലാക്കി, മനപ്പാടമാക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ ദൂതൻ രജം ശിക്ഷ നടപ്പിലാക്കി, അദ്ദേഹത്തിന് ശേഷം ഞങ്ങൾ നടപ്പിലാക്കി. ഇനി ഉമർ പറയുന്നതാണ് രസം. എന്നാൽ ഞാൻ ഭയപ്പെടുന്നത് ദീർഘകാലം കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും പറയും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ രചനം വചനം ഞങ്ങൾ കണ്ടെത്തുന്നില്ല എന്ന്. മനസ്സിലായോ? അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഈ രജം എന്ന് പറഞ്ഞ വചനം ഇല്ല എന്ന് കുറച്ചു കഴിയുമ്പോൾ ആൾക്കാർ പറയും. എന്നിട്ട് അങ്ങനെ അള്ളാഹു അവതരിപ്പിച്ച ഒരു ബാധ്യതയെ അവർ ഉപേക്ഷിച്ച് വഴിതെറ്റിപ്പോകും. ഇത് വെളുപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ ആളുകൾ വന്നിട്ട് മെഴുകുന്ന കാഴ്ച. കാരണം അള്ളാഹുവിന്റെ കാലത്തുണ്ട്, അത് അള്ളാഹു അവതരിപ്പിച്ചു. മുഹമ്മദിന്റെ കാലത്തുണ്ടായിരുന്നു, അബൂബക്കറിന്റെ കാലത്തുണ്ടായിരുന്നു, ഉമറിന്റെ കാലത്തുണ്ടായിരുന്നു. ഇതിനുശേഷം ആരാണ് സുഹൃത്തെ പറയും? ആരാണ്? ചില വചനങ്ങൾ അവഗണിക്കപ്പെട്ടു. ഇബ്നു അബീ ദാവൂദ് കിതാബ് അൽ മസാഹി പേജ് നമ്പർ 11 അദ്ദേഹം പറഞ്ഞു, ഹുസൈമ ബിൻ താബിത്ത് പറഞ്ഞു, ഞാൻ കാണുന്നത് നിങ്ങൾ 2 വചനങ്ങൾ അവഗണിച്ചിരിക്കുന്നു. 2 എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇബ്നു അബീ ദാവൂദ് കിതാബ് അൽ മസാഹി പേജ് നമ്പർ 11. ഞാൻ പറഞ്ഞു ഈ ബുക്കൊക്കെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് പേജ് ഡൗൺലോഡ് ചെയ്യുക, ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ നിങ്ങൾ അത് ആ പേജ് അങ്ങ് കോപ്പി ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ സാധനം കിട്ടും. ഇതൊന്നും ഞങ്ങൾ ഉണ്ടാക്കി പറയുന്നതല്ല. അപ്പൊ കുറച്ച് കാണാണ്ടായി. ചില വചനങ്ങൾ പരിഷ്കരിക്കപ്പെട്ടു. ഇബ്നു അബീ ദാവൂദ് കിതാബുൽ മസാഹിബ് പേജ് നമ്പർ 117. ഗ്രന്ഥത്തിന്റെ വായനയിൽ 11 മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഇത്രയും ദിവസം കേരള പൊതുസമൂഹത്തോട് ഇവർ ഈ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വിശ്വാസി സമൂഹത്തോട് ഇവർ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇബ്നു അബീ ദാവൂദ് അൽ മസാഹിബ് പേജ് നമ്പർ 117 കൃത്യമായിട്ട് പറയുന്നത് എന്താണ്? ചില വചനങ്ങൾ പരിഷ്കരിക്കപ്പെട്ടു അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യപ്പെട്ടു. അൽ ഹജാജ് ബിൻ യൂസഫ് ഉസ്മാനി ഗ്രന്ഥത്തിന്റെ വായനയിൽ 11 മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഉദാഹരണത്തിന് സൂറ അൽ ബഖറ 2:259, സൂറ അൽ മായിദ 5:48 റെഫറൻസ് സഹിതം പറയും. ചില വചനങ്ങൾ മാറ്റിവെക്കപ്പെട്ടു. സഹീഹ് ബുഖാരി വാല്യം 6 ബുക്ക് നമ്പർ 61 ഹദീസ് നമ്പർ 527. മനസ്സിലായി? ചില വചനങ്ങൾ മാറ്റിവെക്കപ്പെട്ടു. ഒബ്വിയസ്ലി നമുക്കറിയാവുന്ന ഏറ്റവും രസകരമായ സാധനമാണ് ആട് തിന്നുപോയി. അതായത് ഇസ്ലാമിക ഡോക്യുമെന്റ്സ് നഷ്ടപ്പെട്ടു, അപ്രത്യക്ഷമായി, മറന്നുപോയി, റദ്ദ് ചെയ്യപ്പെട്ടു, കാണാതായി, അവഗണിക്കപ്പെട്ടു, മാറ്റപ്പെട്ടു, പരിഷ്കരിക്കപ്പെട്ടു, മാറ്റിവെക്കപ്പെട്ടു, ആട് തിന്നു. ഈ ഗ്രന്ഥത്തെ നമ്മളെ സുഹൃത്തുക്കൾ വന്നിട്ട് പറയും ഇതാണ് അള്ളാഹു സംരക്ഷിച്ച ഗ്രന്ഥം. ടീച്ചറിന് ഏകദേശം ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. ഇഷ്ടംപോലെ കാര്യങ്ങൾ ഞാനിത് ഡോക്യുമെന്റ് സഹിതം പറയാൻ നമ്മുടെ കയ്യിലുണ്ട്. ടീച്ചറിനെ ഇങ്ങനെ ഒത്തിരി വൺ സൈഡ് ടീച്ചർക്ക് തീർച്ചയായിട്ടും ഇടപെടാം. ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ ഇടപെടാം. അത് മനസ്സിലായി. നമ്മളൊരു രീതിയിൽ ചർച്ച പോട്ടെ. ടീച്ചർ പറയും, ഞാൻ ഈ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരുത്താവുന്നതാണ്. ഖുർആൻ ക്രോഡീകരിച്ച ഭരണസമിതിയില് പ്രധാനമായിട്ടും 3 പേരുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ഈ ഖുർആൻ 2 ഘട്ടങ്ങളായിട്ടാണ് ഇത് ക്രോഡീകരിക്കപ്പെട്ടത്. അതായത് 1 അബൂബക്കറിന്റെ കാലത്തും 2 ഉസ്മാന്റെ കാലത്തുമാണ്. അപ്പൊ പ്രവാചകന്റെ വഹി എഴുത്തുകാരിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരാളുണ്ടായിരുന്നു. അയാളാണ് സെയ്ദ് ബിൻ സാബിത്ത്. അന്നും ഇന്നും എന്നും അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് വഹി എഴുത്തുകാരിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു പേര്. അപ്പൊ അബൂബക്കറിന്റെ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഈ ഖുർആൻ ക്രോഡീകരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ആശയം പോലും ഉയരുന്നത്. അന്ന് ചുമതലപ്പെടുത്തിയ ഒരു ഭരണസമിതി ഉണ്ടായിരുന്നു. അതിനകത്ത് ഉമറും കൂടി ഉണ്ടായിരുന്നു. പിന്നെ സെയ്ദ് ബിൻ സാബിത്ത് ആയിരുന്നു അവിടെയും പ്രധാനിയായിട്ടുണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നാൽ കക്ഷിക്ക് അറിയുമായിരുന്നു. അപ്പോ പ്രവാചകന്റെ ദൈവിക വെളിപാട്, വഹി എഴുത്തുകാരൻ എന്ന് തന്നെയായിരുന്നു അയാളെ അറിയപ്പെട്ടിരുന്നത്. പിന്നെ ഉമർ ഈ ആശയത്തിന് തുടക്കമിട്ടു. ശരി, എന്നാ പിന്നെ നമുക്ക് എഴുതിയേക്കാം.
അത് അബൂബക്കറിനെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ നിർബന്ധിച്ചതും ഈ സെയ്ദ് ബിൻ സാബിത്തും ഈ ഉമറും കൂടിയാണ്. അബൂബക്കറും ഇവരെല്ലാരും കൂടിയാണ് എഴുതാമെന്ന് തീരുമാനിച്ചത്. അപ്പൊ ഇത് എങ്ങനെ എഴുതും, എവിടെ നിന്ന് തുടങ്ങും എന്നതായിരുന്നു അടുത്ത ഒരു വിഷയം. അപ്പൊ ഖുർആൻ മനഃപ്പാഠമുള്ള നിരവധി ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ചെണ്ട കൂട്ടി അന്ന് അങ്ങനെ അറിയിച്ചിരുന്നത്. അപ്പൊ ഖുർആൻ നബിയിൽ നിന്നും കേട്ടതോ മനസ്സിലാക്കിയതോ മനഃപ്പാഠമാക്കിയതോ ആയിട്ടുള്ള ആളുകളെ മുഴുവനും ഒരു സദസ്സിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ അവരെല്ലാവരും അവർക്കറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതുന്നു. അതുകൊണ്ടാണ് ഈ ആവർത്തനങ്ങൾ ഒരുപാടുള്ളതും ഒരേപോലെയുള്ള വചനങ്ങളൊക്കെ വന്നതും അതുകൊണ്ടാണ്. അപ്പോ ഇത് എഴുതുമ്പോൾ രണ്ട് സാക്ഷികളുടെ തെളിവ് ശേഖരിച്ചിട്ടാണ് ഇത് എഴുതുന്നത്. ഇതിന്റെ ഓതന്റിസിറ്റി അതാണ്. അപ്പൊ പിന്നീട് ഉസ്മാന്റെ കാലഘട്ടത്തിലാണ് രണ്ടാമത്തെ ഘട്ടം ഉണ്ടാകുന്നത്. അവിടെയും ഇതുപോലെ തന്നെ ഖുർആൻ എഴുത്തുകാരിൽപ്പെട്ട ഒരു സമിതി ഉണ്ടായിരുന്നു. അതിന്റെ തലവനും സെയ്ദ് ബിൻ സാബിത്ത് തന്നെയായിരുന്നു. അവിടെ 3 പേരുണ്ടായിരുന്നു. ഒന്ന് അബ്ദുല്ലാഹ് ബിൻ സുബൈർ, പിന്നെ രണ്ടാമത്തത് സെയ്ദ് ബിൻ ആസ്, 3 അബ്ദുറഹ്മാൻ ബിൻ ഹാരിസ്. ഇവരെയൊക്കെ അള്ളാഹു നബിക്ക് ദൈവിക ബോധനം നൽകി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട 10 പേരിലുള്ളവരായവരൊക്കെ. അപ്പൊ ഇവര് 3 പേരും ഖുറൈശി വംശക്കാരാണ്. അപ്പോ നിങ്ങള് സെയ്ദ് ബിൻ സാബിത്തിന് ഖുർആൻ എഴുതുമ്പോൾ എന്തെങ്കിലും ഒരു ഭാഗത്ത് ഒരു തർക്കമുണ്ടായാൽ, ഒരു സംശയമുണ്ടായാൽ അത് ഖുറൈശികളുടെ ഭാഷയിലേക്ക് എഴുതണമെന്നാണ് ഈ ഉമറും അബൂബക്കറും ഉസ്മാനും കൂടി സെയ്ദ് ബിൻ സാബിത്തിനും അതുപോലെ കൂടെയുള്ള ഈ 3 പേർക്ക് നിർദ്ദേശം നൽകുന്നത്. കാരണം ഖുർആൻ അവതരിച്ചത് ഖുറൈശികളുടെ ഭാഷയിലാണ്. അതുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അയാളാണ് അതിന്റെ ഓൾ ഇൻ ഓൾ, അയാളാണ് അതിന്റെ ഫൈനൽ ചെയ്യേണ്ടതെന്ന്. അപ്പോ ഉസ്മാൻ ഒറ്റയ്ക്കുണ്ടാക്കിയതാണ് എന്ന് പിൽക്കാലത്ത് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. അല്ല, അപ്പൊ ഖുർആൻ ക്രോഡീകരിച്ചത് ഇപ്പൊ അജി ബ്രദറിന്റെ സംഭാഷണത്തിലും എനിക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലായത്. ഖുർആൻ ക്രോഡീകരിച്ചത് 3 പേരുണ്ടെങ്കിൽ പോലും ലയാളാണ്, അതായത് ഉസ്മാനാണ് ഇതിന്റെ ഓൾ ഇൻ ഓൾ. അല്ല, സെയ്ദ് ബിൻ സാബിത്താണ്, അദ്ദേഹത്തിനാണ് ഖുറൈശി ഭാഷ നല്ല വശമുണ്ടായിരുന്നത്. പിന്നെ അക്കാലഘട്ടത്തിലെ പ്രമുഖരായിട്ടുള്ള ദൈവിക വെളിപാടുകൾ എഴുതി വെച്ചിട്ടുള്ള വലിയ ഒരു സംഘം ഉണ്ടായിരുന്നു. അങ്ങനെ വിദഗ്ധരെ ഒക്കെ ഉൾപ്പെടുത്തി സെയ്ദ് ബിൻ സാബിത്താണ് അതിന്റെ ലീഡർ എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് പ്രവാചകന്റെ വിശ്വസ്തനായിട്ടുള്ള വഹി എഴുത്തുകാരൻ, വഹി എന്നാണ് ദൈവിക വെളിപാടിന് പറയുന്നത്. അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിൽ ആ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട വ്യക്തി ആയതുകൊണ്ടാണ് അയാളുടെ മേൽനോട്ടം കൊടുത്തത്. അപ്പോ ഈ ഉസ്മാൻ സ്വന്തം ഇഷ്ടപ്രകാരം ഖുർആൻ തിരുത്തി എന്ന് പറയുന്നതിനോട് എത്രമാത്രം യോജിപ്പുണ്ട്, അതിന് എത്രമാത്രം ആധികാരികമായിട്ടുള്ള തെളിവുകൾ നിങ്ങൾക്ക് സമർത്ഥിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതായത് ഉസ്മാൻ കത്തിച്ചു എന്നുള്ളത് ശരിയാ, അബൂബക്കറും തന്റെ കയ്യിലുള്ളത് കത്തിച്ചു എന്നുള്ളത് ശരിയാ. പക്ഷെ അദ്ദേഹത്തിന്റെ മാത്രം തീരുമാനമായിരുന്നോ അത് എന്നത് നമുക്കിനിയും എത്തിച്ചേരേണ്ടുന്ന വസ്തുതയാണ്. അതായത് ഖുർആൻ ഏകീകരണത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് എന്നാ പറഞ്ഞത്. അപ്പോൾ ഉസ്മാന് മാത്രമായിട്ട് അള്ളാഹു നൽകിയ വെളിപാട് കത്തിക്കാൻ പറ്റുമോ? അബൂബക്കറിന് മാത്രമായിട്ട് കത്തിക്കാൻ പറ്റുമോ? അപ്പൊ ഈ ഖുർആൻ എഴുത്തുകാരായിട്ടുള്ള ഭരണസമിതിയിൽപ്പെട്ട ആളുകളെ മുഴുവനും വിളിച്ചു വരുത്തി അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷമാണ് അത് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. തന്നെയുമല്ല, ഈ ഖുർആൻ ക്രോഡീകരണ സമിതിയിലുള്ള ചില റിലേഷൻഷിപ്പ് വെച്ചിട്ട് അജി ബ്രദർ അതിനെ ബ്രേക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഇബ്നു മസൂദ്, അതുപോലെ ഉബയ്യ് ഇബ്നു കഅബ്, ഈ പ്രമുഖ സ്വഹാബികളെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്നത് ഒരു ചോദ്യമാണ്. കാരണം ഇദ്ദേഹത്തിന്റെ റിലേഷൻഷിപ്പ്, ഇദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ കുടുംബത്തിലുള്ളതും ഇദ്ദേഹം പറയുന്നതിനെ സ്വീകാര്യയോഗ്യമായി മാത്രം എടുക്കുന്ന ആളുകളെ മാത്രം ഇതിനകത്ത് ഉൾപ്പെടുത്തി എന്നതൊരു ചോദ്യമാണ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് സെയ്ദ് ബിൻ സാബിത്തിലേക്ക് അദ്ദേഹത്തെ എന്തുകൊണ്ട് തലവനാക്കി? അതായത് നബിയിൽ നിന്നും നേരിട്ട് ഖുർആൻ കേട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു വ്യക്തിയും പ്രവാചകന്റെ മരണത്തിന് തൊട്ടു മുമ്പ് പോലും ഖുർആൻ അവതരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ്, അതായത് അർലത്തുൽ അഖീറ എന്നാണ് അതിന് പറയുക, പ്രവാചകന് ഈ വഹി ഇറങ്ങുമ്പോൾ ഇദ്ദേഹം സാക്ഷിയായിട്ട് സമീപത്തുണ്ടായിരുന്നു എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ പ്രായം കൊണ്ടും അതുപോലെ മുതിർന്ന ആളും ഖുർആൻ പണ്ഡിതനും ഒക്കെ ആയിട്ടുള്ള അബൂബക്കറിനെ പോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഈ പ്രായത്തിൽ ചെറിയവനായിട്ടുള്ള സെയ്ദിനെ ഏൽപ്പിച്ചു? അദ്ദേഹത്തിന്റെ കൃത്യതയും സൂക്ഷ്മതയും അതുപോലെ ഏത് കാര്യവും മനഃപ്പാഠമാക്കാനുള്ള ഒരു കഴിവും, അദ്ദേഹം വെള്ളം ചേർക്കാത്ത വ്യക്തിയായിരുന്നു എന്നൊക്കെയാണ് സനദുകൾ ഉൾപ്പെടെയുള്ള ഹദീസുകൾ രേഖപ്പെടുത്തുന്നത്. എന്തുകൊണ്ട് കഅബിനെ ഒഴിവാക്കി എന്നതാണ് പ്രധാനമായിട്ടും അജി ബ്രദർ ചോദിക്കുന്നത്. അദ്ദേഹത്തെ ഭരണസമിതിയിൽ നിന്ന് ഒഴിവാക്കിയോ എന്നതൊരു ചോദ്യമാണ് കേട്ടോ അത്. കാരണം ഖുർആൻ പാരായണത്തിന്റെ വിവിധ രീതികളൊക്കെ ഉള്ളപ്പോൾ ഈ സമിതിയുടെ പരിശോധനയ്ക്ക് ഇദ്ദേഹവും കൂടി ഉണ്ടായിരുന്നു എന്നാ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം പിന്നീട് ഇബ്നു മസൂദ് ഉൾപ്പെടെയുള്ള പ്രമുഖർ അതിന് പരിശോധിച്ച് ഉറപ്പുവരുത്തി തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിക
പിന്നെ വിജ്ഞാനങ്ങൾ ക്രോഡീകരിക്കുന്നതിൽ വളരെ പ്രധാനിയായിരുന്നു. അദ്ദേഹത്തിന്റെ ചില ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെയുള്ള ഹദീസുകളിൽ ഒക്കെ ഉണ്ട്. അപ്പോ ദുരൂഹതയുള്ളത് ഈ രണ്ട് വ്യക്തികളെയും ഒഴിവാക്കിയതാണ്. ഇബ്നു മസൂദ് നബിയിൽ നിന്ന് നേരിട്ട് ഖുർആൻ ഏകദേശം 70ഓളം അധ്യായങ്ങൾ മനഃപ്പാഠമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ കഅബ് നബിയുടെ സന്തത സഹചാരിയായിരുന്നു. ഇബ്നു മസൂദിനെയും കഅബിനെയും ഒഴിവാക്കി. അതെ, ഇതൊരു ആരോപണമല്ലേ? കാരണം സെയ്ദ് ഇബ്നു സാബിത്ത് നയിച്ചിരുന്ന ഒരു സമിതി, അതിനകത്ത് ചില സ്വഹാബിമാരുണ്ടായിരുന്നു. അവരുടെ പാരായണ ശൈലികൾ സ്വാഭാവികമായിട്ടും ഒരു 10-20 പേര് കൂടുമ്പോഴൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമല്ലോ. അപ്പോ അവര് രണ്ടുപേരും ഖുർആൻ ക്രോഡീകരിക്കുന്ന സമയത്തും ജീവിച്ചിരുന്നിരുന്ന ആളുകളാണ്. പക്ഷേ അവരെ രണ്ടുപേരെയും ഉൾപ്പെടുത്താത്തതിൽ ഞാനൊരു തെളിവ് വെച്ചോട്ടെ ഓക്കെ, ഞാൻ അതിന് ഒരു ഒറ്റ സെക്കൻഡ്, ഞാനിപ്പോ അതിന് ഒരു സ്ലൈഡ് രണ്ടോന്ന് കാണിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനില് ഈ വിഷയം ഇതാണ്. വളരെ നന്നായി. ഇങ്ങനത്തെ ചർച്ചകളാണ് നമുക്ക് വേണ്ടത് ടീച്ചറെ. ഞാൻ വളരെ സന്തോഷം. ആ ചോദ്യം വളരെ കുറുക്കിയുള്ളുന്ന ചോദ്യമാണ്. ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ആ സ്ലൈഡ് കാണാമെന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിക്കാം. കാണാമല്ലോ അല്ലെ? ഈ വിഷയത്തെ പറ്റി നമ്മളിവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് വെൽ ഡോക്യുമെന്റഡ് ആണ്, ചുമ്മാ പറയുന്നതല്ല. ഇത് ഡോക്ടർ റെയ്മൺ ഹാർവി, അതായത് ഒരു മാത്തുരീദി മുസ്ലിമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരാൾ, കേംബ്രിഡ്ജ് മുസ്ലിം കോളേജിലെ ടീച്ചിങ് ഫാക്കൽറ്റിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ് ഞാൻ അതുപോലെ വായിക്കാം. ഓക്കെ. The legal epistemology of Quranic variants, despite overall similarity with the canonical text, Ibn Masud's lection famously contains additions, deletions, and replacement of words that cannot be accommodated within the raisons of the Uthmani Codex. എന്റെ മലയാളം ടീച്ചർക്ക് മനസ്സിലാവല്ലോ. അതായത് എന്തെല്ലാം ചെയ്തിട്ടും നമുക്ക് ഒരു കാര്യം, കാനോനിക്കലി എന്തെല്ലാം പറഞ്ഞാലും ഇബിൻ മസൂദിന്റെ ടെക്സ്റ്റില് അഡീഷൻസ് ഉണ്ടായിരുന്നു. അഡീഷൻസ് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കൽ ഉണ്ടായിരുന്നു, ഡിലീഷൻസ് ഉണ്ടായിരുന്നു, മാറ്റിവെക്കൽ ഉണ്ടായിരുന്നു. അത് ഒരു കാരണവശാലും ഉസ്മാന്റെ റസമിലോട്ട് ചേർക്കാൻ പറ്റാത്ത വാക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് ഓൾസോ റിപ്പോർട്ടഡ് ദാറ്റ് ഹിസ് മുഷാഫ് ഹാഡ് എ ഡിഫറെന്റ് ഓർഡർ ഓഫ് സൂറാസ് ആൻഡ് എക്സ്ക്ലൂഡഡ് ദ ഇനീഷ്യൽ സൂറ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആദ്യത്തെ സൂറ ഫാത്തിഹ ഉണ്ടായിരുന്നില്ല. And the two surahs at the end, that the canonical text that commanded the believer to seek protection from evil. ഇത് ചുമ്മാ പറഞ്ഞല്ല. ഇത് ഈ വിഷയം ഇത് നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് നമ്മൾ പല കാര്യങ്ങളും പറയുന്ന ഇടയ്ക്ക് ഒരു ചർച്ച ചെയ്യുന്നത് അല്ലെ. ഇവരുടെ ജോലി ഇതാണ്, പറയോ? ബിക്കോസ് ദിസ് ഈസ് ദ ബ്രെഡ് ആൻഡ് ബട്ടർ. ഇവരുടെ ചെയ്യുന്ന ജോലി ഖുറാനിക് സയൻസ് ആണ്. അങ്ങനെയുള്ള ഒരു ടീച്ചിങ് ഫാക്കൽറ്റി പറഞ്ഞേക്കുവാണ് ഖുറാനിൽ, അതായത് ഉസ്മാന്റെ ഖുറാനിലും ഈ പറയുന്ന ഇബിൻ മസൂദിന്റെ ഖുറാനിലും വളരെ പ്രകടമായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ഞാൻ അതുകൊണ്ട് ടീച്ചർക്ക് എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. ഇങ്ങനത്തുള്ള ചർച്ചകളാണ് നടക്കേണ്ടത്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ സാധാരണ എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്. ഇപ്പൊ ഈ കർട്ടൻ പൊങ്ങിയ കേസും നമ്മുടെ കാറ്റടിച്ചപ്പോ കർട്ടൻ പൊങ്ങിയിരുന്ന പ്രവാചകൻ, ഇത് ഓക്കെ, ദാറ്റ് ഈസ് അത് വേണോ വേണ്ടോ എന്നൊക്കെയുള്ള നിങ്ങൾ. പക്ഷെ ഇതാണ് നിങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളുടെ അടുത്ത കൊട്ടേഷൻ നിങ്ങൾ വായിച്ചോളൂ. ഇനി ഇദ്ദേഹം മാത്രമല്ല കേട്ടോ പറയുന്നത്. ഇനി കേട്ടോ, the emergence of the canonical Quranic text under the aegis of Uthman is qualified within the sources by the presence of an alternative harf in Kufa. Kufa എന്ന് പറഞ്ഞ സ്ഥലം അറിയാലോ, ഇറാഖാണ്. അവിടെ ഇതുണ്ടായിരുന്നു. A garrison town founded after the Muslim conquest of Iraq during the caliphate of Umar bin Khattab. അതായത് ഉമർ ബിൻ ഖത്താബിന്റെ കാലത്ത്, അതായത് AD 634 മുതൽ 644 വരെ, this reading was transmitted by the senior companion and Quran expert Abdullah ibn Masud. നിങ്ങൾ ആലോചിച്ചു നോക്കി എന്താണ് സംഭവിച്ചത്? സമയം പറഞ്ഞിട്ടുണ്ട്. Who openly rejected the authority of Uthman's text. അദ്ദേഹം പറയാണ്, മുസ്ലിമാണ്, അദ്ദേഹം പറയാണ് ഈ ഉസ്മാന്റെ ടെക്സ്റ്റിനെ കൂഫയിലുള്ള പ്രവാചകന്റെ സഹാബിയായിട്ടുള്ള പ്രവാചകന് ഡയറക്റ്റ് കേട്ട ആള് തിരസ്കരിച്ചു. ഇനി ഈ തിരസ്കരിച്ചതിന്റെ പ്രതിഫലം എന്താണെന്ന് ടീച്ചർ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉസ്മാൻ ആളെ വിട്ട് തല്ലിക്കുകയാണ്, അയാളുടെ അസ്ഥികൾ ഒടിഞ്ഞു. അത് കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. ഇയാൾ യാക്കൂബിയുടെ ഹിസ്റ്ററി ഉണ്ട്. ആ ഹിസ്റ്ററി വെച്ചിട്ട് അയാള് പിന്നീട് പിൽക്കാലത്തെപ്പോഴോ അവിടെ കിടന്ന അയാൾ മരിക്കുകയാണ് ചെയ്തത്.
എന്നാണ് അൽ യാക്കൂബ്. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ എതിരെ ഈ മരിക്കുന്നതിന് മുമ്പ് പുള്ളി പറഞ്ഞു അത്രേ, ഇതൊക്കെ കോണ്ടക്സ്റ്റഡ് ആണ്, പക്ഷെ എന്നാലും മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു അത്രേ, എന്റെ ജനാസ എന്നല്ല പറഞ്ഞു, ഈ മരണ പരിപാടിയിൽ അതിന്റെ അകത്ത് ഉസ്മാൻ പങ്കെടുക്കരുത്. പക്ഷെ സുന്നികളാ ചരിത്രം മാറ്റി എന്ന് പറയുന്നത്. ഏതായാലും ഞാനത് കണ്ടിന്യൂ ചെയ്ത് വായിക്കാം. ഇത് ഞങ്ങൾ ചുമ്മാ പറയണയാണോ എന്നുള്ളതാണ് ഈ വിഷയം. ഡോക്ടർ റൈമൺ ഹാവി പറയുന്നത് ഞാൻ കൊട്ടേഷൻ ആട്ടോ ഇത്. The sources point to no less than a century of Kufan resistance to the imposition of a canonized Quranic text, with Ibn Abbas variant readings openly used in ritual prayer. ഇപ്പൊ നമ്മളിപ്പോ സംസാരിച്ചല്ലോ, ഇപ്പൊ കിറാത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള വിഷയം. കിറാത്ത് അപ്ലിക്കബിൾ ആവണമെങ്കിൽ നമ്മൾ ഓപ്പൺ പ്രേയറിൽ നമുക്ക് അത് ചൊല്ലിയാൽ പ്രതിഫലം കിട്ടുന്നതായിരിക്കണം, അല്ലെ? അങ്ങനെയല്ലേ നമ്മളൊരു കിറാത്ത് അക്സെപ്റ്റബിൾ ആണെന്ന് പറഞ്ഞു. പ്രാർത്ഥനയ്ക്കും അതുപോലെ പൊതു ഫംഗ്ഷനുകൾക്കും വെള്ളിയാഴ്ച ചെല്ലുന്ന രീതിയിലുള്ള വേരിഫൈഡ് ആയിട്ടുള്ള ഖുറാനിനെ മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ഉള്ളൂ. പക്ഷെ അങ്ങനെ എത്ര 200 വർഷങ്ങൾ അടുത്ത് ചെയ്തിരുന്നു. ആരുടെ ഖുറാൻ? ഇബ്ൻ മസൂദിന്റെ. ഇനി വായിക്കാം. ഓക്കെ, 714 നമ്മളിപ്പോ കണ്ടോ? ഇത് 714. മെൻഷൻ ഹി പ്രൊമോട്ടഡ് an official copy of the Quran which included the addition of diacritical marks and even കേട്ടോ. അതിനുശേഷം ഇബിൻ ഹജാജ് അൽ ഹജാജ് എന്തായിരുന്നു അറിയാവോ? പരസ്യമായിട്ട് ഇങ്ങനെ ആരെങ്കിലും വായിച്ചാൽ ഹി ബിഹഡഡ്, തലയറുത്ത് കളഞ്ഞു. ദോസ് ഫൗണ്ട് ഇൻ പൊസഷൻ ഓഫ് ഇബിൻ മസൂദ് മുഷാ. 200 വർഷങ്ങൾ അടുത്ത്, അല്ലെങ്കിൽ 200 വർഷത്തിന്റെ അടുത്ത് ഈ ഖുറാന് വേണ്ടി വാദിച്ച കൂഫക്കാരുടെ പിന്നീട് വന്ന ഭരണാധികാരി എന്ത് ചെയ്തു? ഇത് കൊണ്ടു നടക്കുന്ന ആൾക്കാരെ കൊന്നു. അപ്പൊ അതായത് ഇതൊരു കൺസെൻസസിലൂടെ, ഒരു അഭിപ്രായ സമന്വയത്തിലൂടെയോ ഒന്നും ഉണ്ടായതുള്ളതല്ല, വാളുകൊണ്ട് ഏകീകരിച്ചാണ്. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ നമുക്ക് സംശയം തോന്നിയത് കഅബിന്റെയും ഇബ്നു മസൂദിന്റെയും വിഷയമാണെന്ന്. പക്ഷേ ഈ പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഖുർആൻ പഠിക്കുന്നെങ്കിൽ 4 പേരുടെ പേരുകളാണ് പ്രവാചകൻ എടുത്തു പറഞ്ഞത്. അത് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് ഉണ്ട്, സാലിം ഉണ്ട്, മുആദ് ബിൻ ജബൽ ഉണ്ട്, ഉബയ് ഇബ്നു കഅബ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ 2 പേരും പ്രവാചകന്റെ മുന്നിൽ സ്വീകാര്യ യോഗ്യനായിരുന്നു എന്നത് വ്യക്തമാണ്. അപ്പോ ഈ ഇബ്നു മസ്ഊദ് നബിയിൽ നിന്നും 70 അധ്യായങ്ങൾ കാണാതെ നേരിട്ട് പഠിച്ചിരുന്നു എന്ന് ഹദീസുകളിലുണ്ട്. ശരി, നമ്മൾ മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോ ഉസ്മാൻ ക്രോഡീകരിച്ച ഖുർആനില് ഈ 70 അധ്യായങ്ങൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ 70 അധ്യായങ്ങൾ ഇല്ല എന്നുള്ളതല്ല നമ്മുടെ വാദം. ഈ 70 അധ്യായങ്ങളുമായിട്ട് ഉസ്മാന്റെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. കാരണം അതുകൊണ്ടാണ് ഈ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ഖുറാൻ കൈവശം കൊണ്ടു നടക്കുന്നവരെയും വായിക്കുന്നവരെയും കൊന്നുകളഞ്ഞു. ഇത് ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ കേട്ടോ, ചരിത്ര പുസ്തകം ഇത്. ഞാനിത് പക്ഷെ അതിന്റെ ഇപ്പോഴത്തെ റെഫറൻസ് നോക്കിയാൽ പെട്ടെന്ന് കിട്ടുമോ എനിക്കറിയില്ല, ഞാൻ ഒന്ന് നോക്കാം. ഞാനിത് കാണിച്ചു തരാം, ഒരു മിനിറ്റ്. നമ്മളെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ സാധാരണ ഒരു ലെവൽ നമ്മളിപ്പോ ഐ ആം ആക്ച്വലി വെരി ഹാപ്പി അബൌട്ട് ദിസ് കോൺവെർസേഷൻ. കാരണം ഇത് ഇതാണ് ശരിയായിട്ടുള്ള ചർച്ച. മനസ്സിലായി? നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇത് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഞാൻ അതിന്റെ റെഫറൻസ് ഷോൺ ആന്റണിയുടെ കോട്ടാണ്. ഇത് കാണാലോ, ബ്ലഡ് ബാത്ത് ഫോർ ദ പ്രിസർവേഷൻ ഓഫ് ഖുറാൻ കമ്പൈലേഷൻ. ഓക്കെ, നിങ്ങൾ ഇത് വായിക്കുക. ഇത് അതിനകത്ത് താഴെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കംപ്ലീറ്റ് ഇത് ചെയ്തില്ല, വേറൊരു കമ്പൈലേഷന്റെ ഭാഗമായിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് എല്ലാം നല്ല കുട്ടപ്പനാക്കിയ ഒരു പവർ പോയിന്റ് എൻ്റെ കയ്യിലുണ്ട്. അതിപ്പോ എവിടെയും നോക്കിയിട്ട് കാണുന്നില്ല. എന്തായാലും ഈ റിസർച്ച് നടത്തിയ ആളുടെ പേര് ഷോൺ ആന്റണി. ഓക്കെ, അതിന്റെ താഴെ ഈ സാധനം നിങ്ങളുടെ ചാറ്റ് ജിപിയിലോട്ട് നിങ്ങൾ ഇത് സെർച്ച് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം വളരെ കൃത്യമായിട്ട് കിട്ടും. ഞാനിത് നോക്കട്ടെ, ഇവിടെ താഴെ ഇതിനകത്താണോ, ഞാൻ എവിടെയോ ആ സാധനം ഇല്ല, ഞാൻ ഇതിനകത്തല്ല വേറൊരു സ്ഥലത്ത് ഞാനത് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതായാലും ഞാനത് വായിക്കാം. വായിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പൊ അതിന്റെ റെഫറൻസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അറ്റംപ്റ്റ്സ് ടു കമ്പൈൽ ആൻഡ് റെക്കോർഡ് നോൺ ഉസ്മാനിക് കോഡിക്സ്, അതായത് ഉസ്മാന്റെ കോഡസസ് അല്ലാതെ കമ്പൈൽ ചെയ്യാൻ ശ്രമിച്ച ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഷോൺ ആന്റണി പറയാം. So they were punished severely and regarded as an affront to caliphal authority and legitimacy even as early as the Sufyani period of the Umayyad Caliphate. 671 വരെ ഇതല്ലാതെ നിങ്ങൾ ആലോചിക്കുക, എന്നാണ് കമ്പൈലേഷൻ നടന്നത്? 652-ലാണ്. 20 വർഷങ്ങൾക്ക് ശേഷവും വേറെ കോഡക്സ് ഉണ്ടാക്കാൻ ശ്രമം നടത്തിയിരുന്നു. ഇനി ഉബൈദ് അബ്ദുള്ള ബിൻ സിയാദ്, സബ് ഗവർണർ ഓവർ ബസ്ര,
സമൂറ ബിൻ ജുണ്ടബ് അൽ ഫസാരി, അയാളുടെ 680കളിലാണ്. അതിനുശേഷം എന്താ സംഭവിച്ചെന്നറിയോ? they executed 47 men in a single morning for having attempted to compile a non-Uthmanic codex of the Quran. കണ്ടോ? അതായത് ഉസ്മാന്റെ ഈ കോഡക്സിനെതിരെ ശക്തമായ പൊതുജന അഭിപ്രായം ഉണ്ടായിരുന്നു. 47 പേരെ ഒരു രാവിലെ ഒരു പ്രഭാതത്തിൽ കൊന്നുകളഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ഇതുപോലത്തെ ഇത് നമ്മളൊന്നും പറഞ്ഞല്ലേ, വളരെ കൃത്യമായിട്ട് കൊട്ടേഷൻസ് സഹിതം പറഞ്ഞതാണ്. ഇനി ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യം തെറ്റാണെങ്കിൽ യു ക്യാൻ ഓൾവേസ് കം. ഇതൊരു അക്കാഡമിക് ചർച്ചയാണ്. ഐ സ്റ്റാൻഡ് റെഫ്യൂട്ടഡ്. മനസ്സിലായി? ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറയാണ്. ഇത് നമ്മുടെ ഒന്നും സ്റ്റഡി അല്ല. നിങ്ങൾക്ക് ഈ വിഷയം അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് കിട്ടും. ഇനി ഇത് അടുത്തത് വായിക്കാം, ഷോൺ ആന്റണിയുടെ. സെക്കൻഡ്ലി, the authorities not only closely monitored, authorities not only closely monitored the recitation of the Quran in public, especially public performance of salat or rituals in the mosque. Public സ്ഥലത്ത് എങ്ങനെയാണ് ഈ ഖുറാൻ വായിക്കുന്നതെന്ന് നോക്കുന്ന, ഇപ്പൊ നമ്മുടെ സൗദി അറേബ്യയിലൊക്കെ പണ്ടുണ്ടായത് കുറച്ചു കാലം പോലെ, ഈ ഇതെന്ന് പറഞ്ഞ മത പോലീസ് എന്ന് പറയണേ, ഇത് അവിടെ ഉണ്ടായിരുന്നു. They also took extraordinary measures to ensure that the Uthmanic recension had no return. ആരെങ്കിലും കയ്യില് ഈ ഉസ്മാന്റെ കാര്യത്തിനെതിരായിട്ടുള്ള എന്തെങ്കിലും ഉണ്ട് കഴിഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുത്തിരുന്നു. The state's power undoubtedly played a decisive role. The earliest accounts of Uthman's rejection of Ubay to Surah declare in no uncertain terms that anyone who even recites those surahs during the ritual prayer or al-salat renders his blood licit to be shed after he is found guilty. ആരെങ്കിലും ഈ 2 സൂറകള് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൊല്ലപ്പെടും. മനസ്സിലായി? ഇത് നമ്മളായിട്ട് കണ്ട്, ഇത് ഇബിൻ ഷബാബയുടെ ഹിസ്റ്ററി നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഷോൺ ആന്റണി വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുവാണ്. മനസ്സിലായോ? അപ്പൊ ഈ സാധനം 200 വർഷങ്ങൾക്കുള്ളിലും ഇത് ആളുകൾ ചെയ്തുകൊണ്ടിരുന്നു. 200 വർഷം കഴിഞ്ഞ് തീർന്നില്ല എന്ന് മാത്രമല്ല, അതിന് നമ്മൾ കേട്ടു ഇതെന്താണ് ഇബിൻ മുജാഹിദിന്റെ കാലത്ത് തീർന്നില്ല, അൽ ജാസിയുടെ കാലത്ത് തീർന്നില്ല. ഇനി ഏറ്റവും വലിയ കോമഡി, ഇന്ന് നമുക്ക് എത്ര ടെക്സ്റ്റ് ഉണ്ടെന്ന് അറിയാവോ ടീച്ചറെ? അതാണ് ഏറ്റവും വലിയ കോമഡി. ഇന്ന് നമുക്ക് എത്ര ടെക്സ്റ്റ് ഉണ്ടെന്ന് അറിയാവോ? ഇന്ന് നമുക്ക് 37ഓളം ടെക്സ്റ്റ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 37ഓളം. അയ്യോ കൂടിയോ? ഞാൻ ഇന്നത്തെ പേപ്പർ നോക്കിയില്ല. 37 ഇന്നത്തെ പേപ്പർ നോക്കിയില്ല. അതുകൊണ്ട് സോറി, എന്റെ മിസ്റ്റേക്ക് ആണ്. അപ്പൊ 37 എനിക്ക് കിട്ടിയാണ്. 45ഓളം ടെക്സ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് എനിക്കറിയില്ല. ഞാനിപ്പോ ഇതിന്റെ നിങ്ങൾക്ക് കാണാവോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് കാണാവോ ഞാനിപ്പോ ഷെയർ ചെയ്യുന്നത്? 37 കിറാത്തുകൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ MM അക്ബറിനോട് ചോദിച്ച ഒരാള്, ഇത് മുഴുവൻ നിങ്ങളുടെ കിറാത്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഖുറാൻ തന്നെയാണോ? അപ്പൊ പുള്ളി പറഞ്ഞത് എല്ലാം നമ്മുടെ കിറാത്താണ്. ഇനി നിങ്ങൾ ഒരു പറയാറുള്ള വേറെ സാധനമുണ്ട്, ഈ ഹഫ്സും വർഷം തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഓക്കെ, ഹഫ്സും വർഷം തമ്മിലുള്ള വ്യത്യാസം ഞാനിപ്പോ ടീച്ചറുടെ വ്യൂവേഴ്സിന് വേണ്ടി ഞാനിത് കുറച്ച് വ്യത്യാസങ്ങൾ, ഒരു 2, 3, 4 വ്യത്യാസം ഞാൻ വേഗം കാണിച്ചിട്ട് സ്ക്രീനിൽ കാണിക്കാം. അതിൻ്റെ അകത്ത് നമുക്ക് 3ന്റെ 146 സ്ക്രീനിൽ നോക്കുന്ന ആൾക്കാർ യൂട്യൂബിൽ കാണുന്നു. 3ന്റെ 146, 43ന്റെ 19, 46ന്റെ 15. ഇത് കോപ്പി എടുത്തോണ്ട് പോയി പണ്ഡിതന്മാർക്ക് മറുപടി പറയാൻ വേണ്ടി കേട്ടോ ഞാനിത് കൊടുത്തേക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അത് മുഴുവൻ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ടീച്ചർ കാണാവോ? ഈ സ്ക്രീൻ കാണാവോ? കാണുന്നുണ്ട്. 46ന്റെ 15, 98ന്റെ 6, ഇത്രയും സ്ഥലത്ത് മിനിമം ഇനി ഏകദേശം 51 വ്യത്യാസങ്ങൾ നിങ്ങൾ അതിന്റെ താഴെ കാണാം. 51 വ്യത്യാസങ്ങൾ ഇസ്ലാമിക സൈറ്റ് നമ്മൾ എടുത്തു. 51 കൺസണന്റ്, അതായത് അക്ഷരങ്ങളുടെ വ്യത്യാസങ്ങൾ ഉണ്ട്. ബാക്കിയുള്ള വ്യത്യാസങ്ങൾ എണ്ണം പറ്റതുകൊണ്ട് ഞാനത് പവർ പോയിന്റ് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പി എടുക്കാം. ഈ കാണുന്ന എല്ലാം ഹബ്സും ഇതുമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് ഈ കാണിക്കുന്ന മുഴുവൻ കേട്ടോ. ഒരു വ്യത്യാസമല്ല, ഞങ്ങൾ ചൊല്ലത്തിലും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതിന്റെ വ്യത്യാസങ്ങളുടെ നീണ്ട ലിസ്റ്റാണ് നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഖുറാനിക് മാനുസ്ക്രിപ്റ്റിലോട്ട് ടീച്ചർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതിനുശേഷം എനിക്ക് ഒരു കാര്യം കൂടെ, ഒത്തിരി കാര്യം പറയാനുണ്ട്. 2 മണിക്കൂറായിരുന്നു സമയം. നമുക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു 4 മണിക്കൂറെങ്കിലും മിനിമം ഇരുന്ന് ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണെന്ന് തോന്നുന്നു. അപ്പൊ ഈ ടീച്ചർക്ക് ഇതിന്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലായി. നമ്മുടെ ക്ലെയിം എന്താണെന്ന് ടീച്ചർക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ഈ ഖുറാൻ എന്ന് പറഞ്ഞാൽ ആദ്യം മുഹമ്മദിന് കിട്ടിയ സാധനമാണ് ഇന്ന് പറയുന്നത്
ഈ വിഷയം പഠിച്ചിട്ടുള്ള ഹൈതം സിദ്ക്കി, അതായത് ഇന്റർനാഷണൽ ഖുറാൻ സമിതിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഹൈതം സിദ്ക്കി പറഞ്ഞത് ഇറ്റ്സ് എ ചൈൽഡ്സ് പ്ലേ എന്നാണ്. ആരെങ്കിലും പറയാണ് ഒരു ഖുറാൻ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പക്ഷേ നമ്മുടെ മദ്രസകളിൽ നമ്മുടെ ക്രൈസ്തവ ഹൈന്ദവ പെൺകുട്ടികളോട്, സ്ത്രീ അല്ലെങ്കിൽ പുരുഷന്മാരോട് മതം മാറ്റാൻ വേണ്ടി പറയുന്നത് ഞങ്ങളുടെ പുസ്തകം ഒന്ന് മാത്രമാണ്. ഇപ്പൊ ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത് ഈ ടോപ്പ് കാപ്പി, അതായത് ഇവരുടെ 6 മാനുസ്ക്രിപ്റ്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഇത് നിങ്ങൾ കണ്ടാം. ടോപ്പ് കാപ്പി എന്ന് പറയുന്നത്, ടോപ്പ് കാപ്പ എന്നാണ് ശരിക്കും ടർക്കിയിൽ പറയുന്നത്. ടോപ്പ് കാപ്പി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ടോപ്പ് കാപ്പി സമർഖണ്ഡ്, മെയിൽ അല്ലെങ്കിൽ ലണ്ടനിലുള്ള മാനുസ്ക്രിപ്റ്റ്, പെട്രോപോളിറ്റാനസ് അത് പാരീസിലുള്ളതാണ്, അൽ ഹുസൈനി കൈറോയിലുള്ളതാണ്, സന മാനുസ്ക്രിപ്റ്റ് ആണ്. ഈ 4 അല്ലെങ്കിൽ 6 മാനുസ്ക്രിപ്റ്റുകളൊന്നും നമുക്ക് ഇപ്പൊ ഏറ്റവും പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് സന മാനുസ്ക്രിപ്റ്റ് ആണ്. സന മാനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ പാലിംപ്ലസെറ്റ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് സാധനമാണ്. ഇതിന്റെ അടിയിലുള്ള സാധനം നോക്കി എഴുതിയപ്പോൾ ഇന്ന് കാണുന്ന ഖുറാനുമായിട്ട് വളരെ വ്യത്യാസങ്ങളുണ്ട്. ഇന്ന് കാണുന്ന ഖുറാനുമായിട്ട് ഇതിന് വളരെ വ്യത്യാസങ്ങളുണ്ട്. ഈ ചെറിയ 2 പോർഷനാണ് നോക്കുക. 2 പേജിന്റെ അകത്ത് 25 നൗൺസിൽ വ്യത്യാസമുണ്ട്, പ്രപ്പോസിഷൻസിൽ 29 എണ്ണത്തിൽ വ്യത്യാസമുണ്ട്, സെന്റൻസിൽ തന്നെ 16 സ്ഥലത്ത്. നിങ്ങൾ ആലോചിക്കുക, 2 പേജ് എഴുതിയപ്പോൾ ഇത്രയും വ്യത്യാസമുണ്ട്. ഇനി ഒരായത്ത് പോലും കാണാനില്ല എന്നും പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന വിചാരിക്കുകയാണ്. ഇനി ഈ വിഷയത്തെ പറ്റി ഡാൻ ബ്രൂബക്കർ എന്ന് പറഞ്ഞ ഒരാൾ ഒരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഖുറാനിക് മാനുസ്ക്രിപ്റ്റിലെ പിന്നെ ഡിലീഷൻസ് ആൻഡ് അഡീഷൻസ് ആൻഡ് ചേഞ്ചസിനെ പറ്റി നിങ്ങൾക്ക് ഈ ബുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. പിന്നെ കിൻഡിലോ അല്ലെങ്കിൽ ആമസോണിലൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന ബുക്കാണ്. ഡാൻ ബ്രൂബക്കേഴ്സ് കറക്ഷൻസ് ഇൻ ഏർലി ഖുറാൻ മാനുസ്ക്രിപ്റ്റ്. ഓക്കെ, 20 എക്സാമ്പിൾ അയാൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ പടത്തിൽ കാണിക്കുന്നത് ഖുറാനിക് മാനുസ്ക്രിപ്റ്റിലെ കടന്നുകയറ്റങ്ങൾ, ഇൻസേർഷൻസ് എടുത്തിരിക്കുന്നതാണ്. ഇറേഴ്സ്, മാച്ച് കളഞ്ഞിരിക്കുന്ന, അതായത് ഇന്നത്തെ ഹബ്സിനോട് കൂട്ടിച്ചേർക്കാൻ വേണ്ടി മാച്ച് കളഞ്ഞിരിക്കുന്നതാണ്. മാച്ച് കളഞ്ഞിട്ട് ഇറേഴ്സേഴ്സ് ആൻഡ് ഓവർ റിട്ടേൺ ആണ്. ഓവർ റൈറ്റിംഗ് വിത്തൗട്ട് ഇറേഴ്സർ, അതായത് ഇറേസർ പോലും ചെയ്യാതെ, അതായത് മാച്ച് പോലും കളയാതെ മുകളിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചില വാക്കുകൾ കവർ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ചില കാര്യങ്ങൾ കവർ ചെയ്തിട്ട് ഓവർ റൈറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ചില സ്ഥലത്ത് ടാപ്പ് അതായത് നമ്മൾ പറയില്ലേ, ഈ വളരെ ലോ ലെവലിൽ മറച്ചു വെച്ചിരിക്കുന്ന ചില വാക്കുകൾ കാണാൻ പറ്റും. ഈ ബുക്ക് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. 22 എക്സാമ്പിൾ അയാൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ടോപ്പ് കാപ്പി മാനുസ്ക്രിപ്റ്റിലുള്ള വാക്ക് ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ഒന്ന്, ഇറേസ് ചെയ്തിരിക്കുന്നത്, പല സ്ഥലത്ത് ഒരു പേജിൽ തന്നെ നിങ്ങള് ഒരുപാട് ഈ വിഷയത്തിൽ റിസർച്ച് ചെയ്തിട്ടുണ്ട് എന്ന് പബ്ലിക്കിന് മനസ്സിലായിട്ടുണ്ട്. വെറുതെ അല്ല ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ട് നമ്മൾ വിശകലനം ചെയ്യുന്നതും വിമർശിക്കുന്നതും. ഫോളോ ചെയ്യാൻ ജസ്റ്റ് അറിവ് മതി. വിമർശിക്കണമെങ്കിൽ ഇതിനെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ള അറിവ് അനിവാര്യമാണ്. ഏതെങ്കിലും ഒരു വാക്കുകളിലോ വ്യക്തികളെയോ ഒരു മതത്തെയോ ഒരു ആശയത്തെയോ ഒന്നും അന്ധമായ രൂപത്തിൽ എതിർക്കുന്നതിന് വേണ്ടിയല്ല. ഇതിന്റെ ഓതന്റിസിറ്റി എന്താണ് എന്ന് വ്യക്തമായി വേരുകളിലൂടെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഇത് വിമർശിക്കുന്നത്. മനസ്സിലായി. കൂടുതൽ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിന് നമുക്ക് മറ്റൊരു ദിവസം ഇരിക്കേണ്ടി വരും. എനിക്ക് 2 മണിക്കൂറായിരുന്നു സമയം. നമുക്ക് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് എടുക്കേണ്ടതുണ്ട്. ഞാൻ ഏതാണ്ടൊരു 7 ഖുർആൻ എന്റെ കയ്യിലുണ്ട്. 7 ഖുർആനിൽ നിന്ന് ഏതാണ്ട് ഒരു 33ഓളം വ്യത്യാസങ്ങൾ, അതായത് സ്ത്രീലിംഗം ഉപയോഗിക്കേണ്ടടുത്ത് പുല്ലിംഗം ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ ഏകവചനം ഉപയോഗിക്കേണ്ടടുത്ത് ബഹുവചനം ഉപയോഗിച്ചിട്ടുണ്ട്, ചില പദങ്ങൾ കാണാൻ തന്നെ ഇല്ല. അങ്ങനെയുള്ള ഈ വർഷം ഹഫ്സും കാലൂനും കുമ്പുലും അങ്ങനെയുള്ള ചില ഖുർആനുകളുടെ പതിപ്പുകൾ എന്റെ കയ്യിലുണ്ട്. പിന്നെ ഭാഷകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില വ്യത്യാസങ്ങളുണ്ട്. ചില പദപ്രയോഗങ്ങൾ, ചില പിന്നെ ന്യൂന്, അതായത് പുള്ളി മുകളിൽ വന്നാൽ ഞായാകും, താഴെ വന്നാൽ ബായാകും. അങ്ങനെയൊക്കെ ചില വ്യത്യാസങ്ങളും വന്നിട്ടുണ്ട്. അതിന്റെ പിന്നിൽ ഒരുപാട് സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മുടെ എഫേർട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. എന്തായിരുന്നാലും നിങ്ങൾ ഇതിനകത്ത് വലിയ രൂപത്തിൽ റിസർച്ച് ചെയ്തിട്ടുണ്ട്. റിസർച്ച് ചെയ്തത് കൊണ്ട് മാത്രമായില്ല, അത് പബ്ലിക്കിലേക്ക് കൂടി എത്തിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു വൈകാരികമായ ഒരു തലത്തിൽ നിന്നല്ല, ദൈക്ഷണികമായിട്ടുള്ള ഒരു വീക്ഷണമാണ് നമ്മൾ പങ്കുവെക്കുന്നത് എന്ന് പബ്ലിക് അറിയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും മറ്റൊരു ദിവസം നമ്മൾ ഇതിനു വേണ്ടി സെലക്ട് ചെയ്തിട്ടൊന്ന് ചർച്ച ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറ്റുമെങ്കിൽ ഈ വിഷയത്തിൽ വളരെയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ധർമ്മദീപ്തി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടാൽ, അത് ഇസ്ലാമിക് ടീച്ചറുടെ തന്നെ പല ചാനലുകളും പൂട്ടിക്കളയാണ്. കാരണം ഇവർക്ക് ഒരു ദൈക്ഷണിക കാര്യത്തിൽ വിശ്വാസമില്ല എന്ന് എനിക്കറിയാം. എന്തായാലും ഇത് ആരെങ്കിലും റെക്കോർഡ് ചെയ്ത് നിങ്ങൾ ഫ്രീ ആയിട്ട് ഇത് പ്രചരിപ്പിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങൾ ഈ യൂട്യൂബ് ചാനലുകളിൽ നിന്ന്
ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തോളൂ. നമുക്ക് യാതൊരു കോപ്പി റൈറ്റിന്റെ പ്രശ്നവും ഉണ്ടാവില്ല. ക്ലബ് ഹൗസിൽ ഒരു ഗ്രൂപ്പുണ്ട്, ധർമ്മദീപ്തി എന്നാണ് ക്ലബ് ഹൗസ് റൂമിന്റെ പേര്. പ്രത്യേകിച്ച് ആർക്കെങ്കിലും ഇന്ന ആൾക്ക് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ഏറ്റവും കൂടുതൽ എതിർ ശബ്ദങ്ങളെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന, വിമർശനങ്ങളെ വളരെ സ്വീകാര്യയോഗ്യമായ രൂപത്തിൽ സഹിഷ്ണുതയോടുകൂടി കണ്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും നിങ്ങളുടെ വിമർശനങ്ങൾ ഉന്നയിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഏതെങ്കിലും ഇസ്ലാം മതവിശ്വാസികൾ വന്നു കഴിഞ്ഞാൽ അവരെ ആട്ടിപ്പായിക്കത്തൊന്നുമില്ല. മര്യാദ രൂപത്തിൽ അതിനകത്ത് ചർച്ച ചെയ്യാവുന്നതാണ്. ക്ലബ് ഹൗസ് റൂമിന്റെ പേര് ധർമ്മദീപ്തി എന്നാണ്. അതേ പേരിൽ തന്നെ ഒരു യൂട്യൂബിൽ പ്ലാറ്റ്ഫോം ഉണ്ട്, അതിലെ വീഡിയോകൾ ഉണ്ട്. അപ്പൊ അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിന്റെ ഭാഗങ്ങൾ എടുക്കാം, നിങ്ങൾക്ക് അതിന്റെ റിവ്യൂ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതിനൊക്കെയുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും അതിന്റെ അതോറിറ്റി നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ. മാത്രമല്ല ഇതിപ്പോ ജാമിദ ടീച്ചർ വന്നിരുന്ന പോലെ തന്നെ നിങ്ങൾക്കും ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെ, നിങ്ങളൊരു ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ തീർച്ചയായിട്ടും ജാമിദ ടീച്ചർ അവരവരുടെ ചാനലിൽ ഇത് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അതിന്റെ ഒരു അവകാശം എടുത്തുകൊണ്ട് പറയാണ്, നിങ്ങൾക്ക് ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുകയാണെങ്കിൽ ഇതുപോലെ ടീച്ചർ വന്നിരുന്ന പോലെ ഇതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് സംസാരിക്കാനുള്ള അവകാശം നിങ്ങൾക്കും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പറയാനുള്ളത് ജാമിദ ടീച്ചറെ നമ്മൾ എങ്ങനെ കേട്ടിരുന്നോ അതുപോലെ തന്നെ കേൾക്കും. തീർച്ചയായിട്ടും പിന്നെ ആ വിഷയങ്ങളിലുള്ള നമ്മുടെ എതിരഭിപ്രായങ്ങൾ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഡേറ്റകൾ, വർഷങ്ങൾ, പിന്നെ അതുപോലെ പേരുകൾ ഒക്കെ മനുഷ്യരാണ്, നമുക്ക് തെറ്റുകളൊക്കെ പറ്റാം. പക്ഷെ അതുപോലെ എന്തെങ്കിലും എതിർവാദങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ കേൾക്കാൻ തയ്യാറാണ്. അപ്പൊ ജാമിദ ടീച്ചർ ഇന്നലെ ഇതുപോലെ രസകരമായ ചർച്ച നടന്നു. ഒരു ഡിബേറ്റിന് നമ്മൾ ആളെ വിളിച്ചിട്ട് ഇസ്ലാമിക പക്ഷം മുങ്ങി നടക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പോ ഈ ക്ലബ് ഹൗസിലുള്ള ആളുകളെല്ലാം വിളിച്ച സ്ഥിതിക്ക് യൂട്യൂബോ ഫേസ്ബുക്കിലോ ഒക്കെ പലരും കേൾക്കുന്നുണ്ടത്. നിങ്ങൾക്കുള്ള അവസരമാണ്. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിലാണെങ്കിൽ മെസ്സഞ്ചറിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ താഴെ കമന്റിലോ ഇട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ അത് പരിശോധിച്ച് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുള്ള അവസരം ഉണ്ടായിരിക്കും. ഞങ്ങളെ കേട്ട യൂട്യൂബ് പ്രേക്ഷകർക്ക് നന്ദി പറയുന്നു. അതുപോലെ പ്രിയ ജാമിദ ടീച്ചർ ഏകദേശം 2 മണിക്കൂറോളമായി ഞാൻ അറിഞ്ഞില്ല, ഇത്ര സമയമായെന്ന് ഓർത്തില്ല. എനിക്കിവിടെ രാത്രി 11 മണിയാവുന്നു. അപ്പൊ ഇതൊരു വൈരാഗ്യത്തിന്റെ ഒരു എന്താ പറയുന്നത്, മുൻധാരണയുമില്ല. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയ ഡേറ്റാസ് ആണ് മുമ്പിൽ വെച്ചിരിക്കുന്നത്. അതല്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാനും ഞങ്ങളെ കൺവിൻസ് ചെയ്യാനും, ഞങ്ങളത് ആക്സെപ്റ്റബിൾ ആണെങ്കിൽ അതിന്റെ അതോറിറ്റി എന്താണ്, അതിന്റെ ഒതന്റിസിറ്റി എന്താണ്, അതിന്റെ ജെന്യൂനിറ്റി പരിശോധിച്ചിട്ട് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഇസ്ലാമിനെ വിമർശിച്ചിട്ട് ഒരു മതത്തെ അങ്ങനെ വൈകാരികമായിട്ട് വ്രണപ്പെടുത്തണം എന്നൊന്നും യാതൊരു ധാരണയുമില്ല. മറിച്ച് നമുക്ക് തെറ്റുപറ്റാം എന്ന് തന്നെയാണ് പറയുന്നത്. ഈ കണ്ടെത്തിയ ഏതെങ്കിലും തെളിവുകൾ, ഡേറ്റാസ് അതങ്ങനെ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംവദിക്കണമെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, എല്ലാ പ്ലാറ്റ്ഫോമും ഉണ്ട്. ഇനി ആർക്കെങ്കിലും ബന്ധപ്പെടണമെങ്കിൽ എന്നെ അറിയിച്ചാൽ നമ്മളൊരു സംവാദത്തിന് ഒരു വേദി അറേഞ്ച് ചെയ്യാം. 8943395270 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വരാം. വാട്സപ്പ് മാത്രമേ കിട്ടത്തുള്ളൂ. നിപാജി ബ്രദറിനോട് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിലോ ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ട് യാതൊരു സെൻസറിങ്ങും ഇല്ലാതെ എഡിറ്റിങ്ങും ഇല്ലാതെ നേർക്ക് നേരെ തന്നെ നമ്മളത് ടെലികാസ്റ്റ് ചെയ്യും. നിങ്ങൾക്കും ടെലികാസ്റ്റ് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതാണ്. 100%. ഓക്കെ, താങ്ക് യു ടീച്ചറെ. ഒത്തിരി സമയമായി. ഏതായാലും ഞങ്ങൾ 5 വർഷമായിട്ട് ക്ലബ് ഹൗസിൽ പരിചയമാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയുക, വേറൊരു വീഡിയോ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ സംസാരിക്കുന്ന ആദ്യമായിട്ടാണ് എന്ന് തോന്നുന്നു. ഏതായാലും വളരെ സന്തോഷം. നന്ദി, നമസ്കാരം. നമുക്ക് ഇത് എൻഡ് ചെയ്യാമെന്ന് വിചാരിക്കും. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്.